ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള ഉംദത്തുൽ അഹ്കാം എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പഠിപ്പിക്കുന്ന ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കിതാബുൽ ബുയൂഇലെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പ്രതിപാദിക്കുന്ന വലിയ അധ്യായത്തിലെ ബാബുർ റഹ്നി വഗൈരിഹി, റഹ്നുമായി ബന്ധപ്പെട്ട, നമ്മൾ ജാമ്യത്തിന് വേണ്ടി വിൽക്കുന്ന വസ്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ഹദീസിലെ ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾ ഇടപാട് നടത്തുന്ന സമയത്ത് ഒരു വിശ്വസ്തതയ്ക്ക് വേണ്ടി, ഒരു തൗസീഖിന് വേണ്ടി ദീനുൽ ഇസ്ലാമിൽ 4 കാര്യങ്ങളാണ് അയാൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. 4 കാര്യങ്ങളിലൂടെ അയാൾക്ക് അയാളുടെ സമ്പത്ത് അത് പാഴായി പോകുകയില്ല എന്ന് ഉറപ്പുവരുത്താം. നമ്മൾ പറഞ്ഞു, ഒന്നാമത്തേത് അത് റഹ്ന. ഒരാൾക്ക് ഒരു വസ്തു പണയം അവിടെ വെക്കാവുന്നതാണ്. അയാളുടെ വസ്തു അയാൾക്കത് പണയമായി അവിടെ വെക്കാവുന്നതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു സാക്ഷികളാണ്. സാക്ഷികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദവിവരങ്ങൾ നമ്മൾ പറഞ്ഞു. പുരുഷന്മാരാണെങ്കിൽ 2 പേരാണ്, സ്ത്രീകളാണെങ്കിൽ ഒരു പുരുഷനും ഒരു പുരുഷന് പകരം 2 സ്ത്രീക്കും പറ്റും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കഫാലത്തുണ്ട്, ദമാനുണ്ട്, ജാമ്യക്കാരനായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അയാൾ അതിന് ഉത്തരവാദിയായിരിക്കും. കഫാലത്തുണ്ട്, പണത്തിന് ഉത്തരവാദിയായിരിക്കില്ല, പക്ഷേ ഇടപാട് നടത്തിയ ആളെ കൊണ്ടുവരാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും. ഈ നിലക്ക് 4 രൂപത്തിലുള്ള വിശ്വസ്തത ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളുണ്ട്. അപ്പം അതിൽപ്പെട്ട ഒന്നാണ് പണയം വെക്കുക എന്നുള്ള കാര്യം, റഹൻ എന്ന് പറയുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഹദീസാണ് ഈ അധ്യായത്തിലെ 1-ാമത്തെ ഹദീസ്. عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم اشترى طعاما من يهودي إلى أجل ورهنه درعا من حديد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദിയുടെ കയ്യിൽ നിന്നും ഒരവധി വെച്ചുകൊണ്ട് ഭക്ഷണ സാധനം വാങ്ങുകയുണ്ടായി, കടമായിട്ടാണ്. വറഹനഹു ദിർഅൻ മിൻ ഹദീദ്, അവിടുന്ന് ഉപയോഗിച്ചിരുന്ന ഇരുമ്പിന്റെ പടച്ചട്ട പണയ വസ്തുവായി അവിടെ വെക്കുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ഇടപാടുകളും മറ്റുമൊക്കെ, ഇബാദത്തുകളും മറ്റുമൊക്കെ ഏറെ അറിഞ്ഞു മനസ്സിലാക്കിയത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുമ്പോൾ അവിടുന്ന് വലിയ സമ്പന്നനായിട്ടായിരുന്നില്ല മരിച്ചിരുന്നത്, മറിച്ച് അവിടുന്ന് ദരിദ്രനായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി അവിടുന്ന് യഹൂദിയോട് കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനു പകരമായി അവിടെ റഹനായി, പണയമായി ഇരുമ്പിന്റെ പടച്ചട്ട അവിടെ വെച്ചിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ഹദീസുകളിൽ എത്രയാണ് അവിടുന്ന് വാങ്ങിയിട്ടുള്ളത് എന്ന് പരാമർശം വന്നിട്ടുണ്ട്. 30 സാ ബാർലിയാണ് അവിടുന്ന് വാങ്ങിയിട്ടുള്ളത് എന്നാണ്. 30 സാ ബാർലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടത്തേക്ക് 9 ഭാര്യമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ചെലവിന് നൽകുക എന്നുള്ളത് അവിടത്തേക്കുള്ള ബാധ്യതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി തന്നെ അവർക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കാറുണ്ടായിരുന്നു. ഒരു വർഷത്തേക്ക് വേണ്ട ആവശ്യ വസ്തുക്കളും മറ്റുമൊക്കെ അവിടുന്ന് ഒരുക്കി വെക്കാറുണ്ടായിരുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇങ്ങനെ പടച്ചട്ട പണയം വെച്ചുകൊണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഹദീസിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് വിശദമായി മനസ്സിലാക്കാം. ഇവിടെ യഹൂദിയുടെ കയ്യിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിട്ടുള്ളത്. ആരാണ് യഹൂദി എന്ന് പറയുന്നത്? യഹൂദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റിയ ആളുകൾക്കാണ് യഹൂദ് എന്ന് പറയുന്നത്. യഹൂദി എന്ന് പറയുന്നത് അതാണ്. തൗറാത്ത് ഗ്രന്ഥമായി ലഭിച്ചിട്ടുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റുന്നു എന്ന് വാദിക്കുന്ന ആളുകളെയാണ് യഹൂദ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നിട്ടുള്ളത്? പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമാണ്.
ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറഞ്ഞൊരു വാക്കിൽ നിന്നും എടുത്തതാണ് എന്നാണ്. ഇന്ന ഹുദ്ന ഇലൈക്, തീർച്ചയായും നമ്മൾ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. അവർക്ക് സംഭവിച്ചൊരു അബദ്ധത്തിൽ നിന്ന് മടങ്ങിയ ഒരു വിഷയം പറയുന്നുണ്ട്. അതിൽ നിന്നാണ് യഹൂദ്, മടങ്ങിയ ആളുകൾ എന്ന നിലക്ക് ആ പേര് വന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം, അതാണ് ഒന്നുകൂടി പ്രബലമായ അഭിപ്രായമായി പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്, അത് അവരുടെ പൂർവ്വപിതാവായ അവരുടെ ഉപ്പയായ യഅ്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് എന്നാണ്. യഹൂദ ബിൻ യഅ്കൂബ്, യഅ്കൂബിന്റെ മകൻ യഹൂദ എന്ന് പറയുന്ന ഒരാളുണ്ട്. യഹൂദ ബിൻ യഅ്കൂബ്, യഅ്കൂബിന്റെ മകൻ യഹൂദ്. അത് യഹൂദ എന്നാണുള്ളത്. അത് അറബിയിലേക്ക് മാറുമ്പോൾ മറ്റു ഭാഷയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അറബിയിലേക്ക് മാറുന്ന സമയത്ത് അതിന് യഹൂദ് എന്ന പേര് വന്നു എന്നാണ് പറയുന്നത്. യഅ്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെട്ടിരുന്നത് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ എന്നുള്ളത് യഅ്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരാണ്. അത് അവരുടെ ഭാഷയിൽ അബ്ദുള്ള എന്നാണ് അർത്ഥം. ഇസ്ർ എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവരുടെ ഭാഷയിൽ പറയുന്ന പേരാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അബ്ദുള്ള എന്നാണ് വാക്കർത്ഥം. അത് യഅ്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അറിയിക്കുന്ന പേരാണ്. യഹൂദ് എന്നുള്ളത് യഅ്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ്. അതിലേക്ക് ചേർത്തിയിട്ടാണ് യഹൂദികൾ എന്ന് പറയുന്നത് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഈ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്തറ തആമൻ മിൻ യഹൂദി, യഹൂദിയിൽ നിന്നും ഭക്ഷണം വാങ്ങണം. അത് നമ്മൾ പറഞ്ഞതുപോലെ സലാസൂന സാഅ മിൻ ഷഈർ, ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണം എന്നല്ല, മറിച്ച് ബാർലിയാണ്. 30 സാ ബാർലിയാണ് അവിടുന്ന് വാങ്ങിയിട്ടുള്ളത്. ഇല അജൽ, ഒരു അവധി വെച്ചുകൊണ്ടാണ്. അതായത് ഇത്ര കൊണ്ട് ഞാൻ അതെന്ത് ചെയ്യാം, തിരിച്ചു തരാം എന്നാണ് പറയുന്നത്. അത് തിരിച്ചു തരാൻ സാധിച്ചിട്ടില്ലെങ്കിലോ അതിനു വേണ്ടിയിട്ടാണ് പണയം വെക്കുന്നത്. അതായത് പണയ വസ്തുവായി, ജാമ്യ വസ്തുവായിട്ടൊന്ന് വെക്കുകയാണ്. വറഹനഹു ദിർഅൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു പടച്ചട്ടയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ളത് എന്നാണ്. ദിർ എന്ന് പറയുന്ന വാക്കിനർത്ഥം, അത് പൊതുവിൽ അത് ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഖമീസിനൊക്കെ, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ നിസ്കാര കുപ്പായത്തിനൊക്കെ ദിർ എന്ന് പറയാവുന്നതാണ്. എന്നാൽ ദിർ മിൻ ഹദീദ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് പടച്ചട്ട എന്നർത്ഥം വെക്കുന്നത്. ഇരുമ്പിന്റെ ദിർ ആണ് എന്നാണ് പറയുന്നത്. അത് പൊതുവെ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് ശത്രുക്കളുടെ അമ്പെഴുത്തുകളും അവരുടെ വാളുകൊണ്ടുള്ള അക്രമങ്ങളൊക്കെ ചെറുക്കാൻ വേണ്ടി ശരീരത്തിൽ ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. അത് പടയങ്കി എന്നോ അല്ലെങ്കിൽ പടച്ചട്ട എന്നൊക്കെ പറയുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ചു എന്നാണ്. അല്ല, ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പടച്ചട്ടകൾ ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും. കാരണം അവിടെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സംരക്ഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പടച്ചട്ടകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പടച്ചട്ടകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും എന്തായിരുന്നില്ല, തവക്കുലിനെതിരല്ല. സബബുകൾ സ്വീകരിക്കുക, ഒരു ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തവക്കുലിനെതിരല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും തവക്കുലുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടുന്ന് പടച്ചട്ട ധരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പടച്ചട്ടക്കാണത് ദറ എന്ന് പറയുന്നത്. ആ പടച്ചട്ടയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, യഹൂദിക്ക് പണയം വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പൊ പടച്ചട്ട യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ്. എന്നിട്ടും അത് യഹൂദിയുടെ കയ്യിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യഹൂദർ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് യഹൂദികളുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുള്ളത് എന്നൊരു ഇഷ്കാലുണ്ടായേക്കാം. പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ഭരണമുള്ള, അവരുടെ ഭരണം കൈയാളുന്ന സമയമാണ് അത് അന്ന് മദീനയിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അവിടുന്ന് മുസ്ലിമീങ്ങളുടെ കീഴിൽ ജീവിച്ചവരാണ്. മുസ്ലിമീങ്ങൾ അവർക്ക് അഭയം നൽകാം എന്ന കണ്ടീഷനോടുകൂടി ജീവിച്ചതാണ്. അവർ തമ്മിൽ കരാറുണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് വലിയ ഉപദ്രവങ്ങളോ മറ്റോ ഒന്നും വന്ന് ഭയപ്പെടുന്ന ഒരു കാലമല്ല. അതല്ല എങ്കിൽ പടച്ചട്ട പോലെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കാവുന്ന പടക്കോപ്പുകളൊന്നും അത് കൊടുക്കുകയില്ല. രണ്ടാമത്തെ ഒരു ഇഷ്കാല് ചിലർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറ്റ് സഹാബികളിൽ നിന്നൊന്നും വാങ്ങാതെ യഹൂദികളുടെ കയ്യിൽ, അതായത് യഹൂദനായ ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയത് എന്നാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അതിനൊരുപാട് വജ്ഹുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന്, സ്വഹാബികൾ വളരെയധികം ദരിദ്രരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പം അധികം ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നു. കാരണം അവിടത്തേക്ക് 9 കുടുംബമുണ്ട്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അന്നേക്ക് വക പോലും പലർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ വളരെ ദരിദ്രരായിരുന്നു. അതുകൊണ്ട് അത്രയും വലിയ ഒരു ധാന്യങ്ങളും മറ്റുമൊന്നും സഹാബികൾക്ക് നൽകാൻ സാധിക്കുമായിരുന്നില്ല. അതൊരു കാരണമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. രണ്ടാമത്തേത്, സഹാബികൾ ഒരിക്കലും ഇങ്ങനെ ജാമ്യമൊന്നും സ്വീകരിക്കുകയില്ല. മിക്കവാറും അത് സൗജന്യമായിട്ട് തന്നെ അവർക്ക് സാധിക്കുന്നതൊക്കെ നൽകാനൊക്കെ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ
യഹൂദിയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അൻഹാദിഹി ഖദിയത്തു ഐൻ, ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്. ലാ നഅലമു മാ സബു അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്തറാ മിൻ ഹാദൽ കാഫിർ ദൂനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാതെ ഈ കാഫറിന്റെ അടുത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് അറിയുകയില്ല. വറുബ്ബമാ ലം യജിദ് ഹാദ ത്വഅം അല്ലദി യുരീദുഹു ഇൻദ അഹദിൻ മിനൽ മുസ്ലിമീൻ, ഒരു വേള മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഈ പറയുന്ന ഭക്ഷണം എന്ത് ചെയ്തിട്ടുണ്ടാവുകയില്ല, ഈ പറയുന്ന ഭക്ഷണം അവിടെ ലഭിച്ചിട്ടുണ്ടാവുകയില്ല. വന്നാസു ഫി അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖഫ്രിൻ വദീഖ്, ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്താണ് വളരെ ഞെരുക്കത്തിലും പ്രയാസത്തിലുമായിരുന്നു. ഹത്താ ഫതഹല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തുറവി മുസ്ലിമീങ്ങൾക്ക് നൽകുന്നത് വരെ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കാരണം ചില ഇത് ഇങ്ങനെ പറയാൻ കാരണം ചിലരെങ്കിലും ഇത്തരം ഹദീസുകളിൽ വന്ന കാര്യങ്ങളെ പല ദുർവ്യാഖ്യാനത്തിന് ഇത്തരം ഹദീസുകളെ കൊണ്ടുപോകാറുണ്ട്. പല ദുർവ്യാഖ്യാനത്തിന് ഇത്തരം ഹദീസുകളെ കൊണ്ടുപോകാറുണ്ട്. അതായത് മുസ്ലിമീങ്ങൾ കാഫറുകളെ സ്നേഹിക്കേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ലേ, യഹൂദിയെ ഭയങ്കര സ്നേഹമായിരുന്നു എന്ന രൂപത്തിലേക്ക് അവതരിപ്പിക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. യഹൂദികളെ വെറുക്കാൻ, കുഫാറുകളെ വെറുക്കാൻ അത് ഖുർആൻ ആവർത്തിച്ച് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ സൂറത്തുൽ ഫാത്തിഹയും നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഗൈരിൽ മഗ്ലൂബ്, കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ റബ്ബെ നമ്മൾ ആക്കരുത്, കോപിക്കപ്പെട്ടവരാണ് എന്ന് അവരെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നവരാണ് നമ്മൾ. അഥവാ സഹോദരങ്ങളെ നമ്മൾ എനിക്ക് ചെറിയ പ്രയാസമുണ്ട്. നിങ്ങൾ ഒച്ചത്തിൽ അവിടെ നിന്ന് ഓതുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ പതുക്കെ ഓതുക, അല്ലെങ്കിൽ പുറത്ത് സ്ഥലമുണ്ട് അവിടെ നിന്ന് ഓതുക. ക്ലാസ് എടുക്കുന്നതിൽ ചെറിയ പ്രയാസമുണ്ട്. ഈ ശബ്ദം ഇങ്ങനെ വരുമ്പോഴേ ഒന്നെങ്കിൽ പതുക്കോ, നമ്മൾ ചുണ്ടനക്കി മാത്രം ഓതിയാൽ തന്നെ പ്രതിഫലം കിട്ടുന്നതാണ്, ശബ്ദത്തിൽ ഓതണം എന്നില്ല. ബാറക്കല്ലാഹു ഫീക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരട്ടെ. ഇപ്പൊ അവിടെ പറയുന്നത് ചില ആളുകൾ അത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളായിട്ടുള്ള ബന്ധം അത് മതമൈത്രിയുടെ ഉദാഹരണമാണ്. എല്ലാ മതങ്ങളോടും നമ്മൾ നല്ല വേണം, സ്നേഹവും അതുപോലെ ആ നിലക്ക് അവരെ ബഹുമാനിക്കുകയൊക്കെ വേണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യമതങ്ങളുടെ കുഫ്രൻ ആചാരങ്ങളെയോ ഒരിക്കലും നമ്മൾ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാൻ പാടില്ല. ദീനുൽ ഇസ്ലാമിന്റെ അതിന്റെ വിശ്വാസത്തിനോട് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത് എത്ര വലിയ കുഫാറുകളാണെങ്കിലും ശരി, മാന്യമായിട്ടുള്ള ഇടപാടുകൾ ദീനുൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ കുഫാറുകളാണ് എന്നുള്ളത് കൊണ്ട് അവരോട് ഒരു നിലക്കും നമുക്ക് അക്രമം ചെയ്യാൻ പാടില്ല, ഒരു നിലക്കുള്ള അക്രമം അവരോട് ചെയ്യാൻ പാടില്ല, ഒരു നിലക്കുള്ള ഉപദ്രവവും നമ്മൾ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇത്തരം ഇടപാടുകൾ ദീനുൽ ഇസ്ലാം അനുവദിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഇത്തരം ഇടപാടുകൾ അനുവദിക്കുകയാണ്. അത് ഏത് ആളുകളോടാണെങ്കിലും ശരി, ദീനുൽ ഇസ്ലാം എന്ത് ചെയ്യാണ്? ഇടപാടുകൾ അനുവദിക്കുകയാണ്. അതല്ലാതെ ഇതൊരിക്കലും മുസ്ലിമിന് ആ രൂപത്തിലുള്ള ആളുകളെയൊക്കെ സ്നേഹിക്കാം, അവരോട് വെറുപ്പുണ്ടാകേണ്ടതില്ല എന്നത് തെളിവല്ല. മറിച്ച് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് കുഫറിനോടും കുഫറിന്റെ വക്താക്കളോടും മനസ്സിൽ വെറുപ്പുണ്ടാകുക എന്നുള്ളത്. പക്ഷെ അത്തരം വെറുപ്പ് ഒരിക്കലും തന്നെ എന്തല്ല, ഒരു നിലക്കുള്ള അന്യായങ്ങൾക്കോ അനീതിക്കോ ഉപദ്രവങ്ങൾക്കോ അത് കാരണമാക്കി കൂടാ. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ മധ്യമമായ നിലപാട്. ഈ രണ്ട് നിലപാടിനും തെറ്റിയ ആളുകൾ ഉണ്ടാകും. ചിലർ പറയും കുഫാറുകളെയൊക്കെ നമ്മൾ നന്നായി സ്നേഹിക്കണം, എല്ലാവരും മനുഷ്യരാണ്, അപ്പൊ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം എന്ന് പറയുന്ന പേഴ്ചവാദം പറയുന്നവരുണ്ടാവും. ഇപ്പുറത്ത് ഇത്തരം കുഫാറുകളാണ് എന്നുള്ളത് കൊണ്ട് അവരോട് അന്യായമായി അക്രമം കാണിക്കുന്ന ആളുകളുണ്ട്. അത് വളരെ കുറവാണ്. മുസ്ലിമീങ്ങളുടെ ഉമ്മത്തിൽ അങ്ങനെ അത് കാണാൻ കിട്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമുക്കത് ഒരേപോലെ ഉണ്ട് എന്ന് പറയാനൊന്നും സാധിക്കുകയില്ല. പക്ഷെ ഒരു ന്യൂനപക്ഷം ചിലപ്പോൾ അവരോട് പല നിലക്കുള്ള അക്രമങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊക്കെ ധരിക്കുന്നവരുണ്ടായേക്കാം. ഇത് രണ്ടും തെറ്റായ നിലപാടാണ്. ശരിയായ നിലപാട് സഹോദരങ്ങളെ നാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദയായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഫായിദത്തുൽ ഊല, ഒന്നാമത്തെ ഫായിദ ജവാസു ബഖാഇൽ യഹൂദി ഫിൽ മദീന, യഹൂദർക്ക് മദീനയിൽ താമസിക്കൽ അനുവാദമുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലിഅന്ന ഹാദൽ യഹൂദിയ കാന ഫി ഹയാത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഖ്രിജുഹു, കാരണം ഈ യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലാണ്, അവിടുന്ന് അയാളെ പുറത്താക്കിയിട്ടില്ല. ബൽ ഇന്നഹു ബഖിയ ഹത്താ മാത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുവോളം അയാൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ലിഅന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ വദിർഉഹു മർഹൂനത്തുൻ ഇൻദ ഹാദൽ യഹൂദി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ഈ യഹൂദിയുടെ കയ്യിൽ എന്താണ്? ഈ പടച്ചട്ട, അത് പണയം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പൊതുവായിട്ടുള്ള നിയമമല്ല എന്നാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. വലാകിൻ ഹാദാ ഖദ് യുഖാൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്തു പറഞ്ഞിട്ടുണ്ട്? അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അഖ്രിജുൽ യഹൂദ വൻ നസാറ മിൻ ജസീറത്തിൽ അറബ്, ജസീറത്തുൽ അറബിൽ നിന്നും യഹൂദ നസ്രാണികളെ പുറത്താക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അവിടുന്ന് അറിയിച്ചിട്ടുണ്ട് ഉഖ്രിജന്നൽ യഹൂദ വന്നസാറ മിൻ ജസീറത്തിൽ അറബ് ഹത്താ ലാ അദഅ ഇല്ലാ മുസ്ലിമൻ. മുസ്ലിമിനെ അല്ലാതെ ജസീറത്തുൽ അറബിൽ യഹൂദ നസ്രാണികളെ ഞാൻ വെച്ചേക്കുകയില്ല, അവരെല്ലാം പുറത്താക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇത് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അസല് യഹൂദ നസ്രാണികളെ പോലെയുള്ള ആളുകൾക്ക് ജസീറത്തുൽ അറബിൽ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. എന്നാൽ എന്തെങ്കിലുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്ന മസ്ലഹത്തിന് വേണ്ടി അവരെ വരുന്നതിന് തടയേണ്ടതില്ല. അവർ കച്ചവടവുമായി വരുന്ന സമയത്ത് അവരുമായി കച്ചവട ഇടപാടിന് വേണ്ടി അവർക്ക് വന്നു പോകാവുന്നതാണ്. അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി വലിയ നിലക്കുള്ള ജോലിയും മറ്റുമൊക്കെ അവർക്കാണ് കൂടുതൽ അറിയുക, ചില ടെക്നോളജിയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് എന്തൊക്കെ മസ്ലഹത്തുണ്ടോ അതിനുവേണ്ടി അവരെ പ്രവേശിപ്പിക്കുന്നതും അതിനുവേണ്ടി അവരെ അവിടെ നിർത്തുന്നതും അതൊന്നും തെറ്റുള്ള കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പലതും സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ എംബസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വന്നു പോകാം. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതല്ലാത്ത നിലക്ക് അവരെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പിന്നീട് ശക്തമായി വിമർശിക്കുന്നത് അവരെ ഖാദിമകളായും സേവകരായും മറ്റുമൊക്കെ വീടുകളിൽ മറ്റും ജോലിക്കും മറ്റുമൊക്കെ നിർത്തുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. അതിലൊരുപാട് ഉപദ്രവങ്ങളുണ്ട്, അപകടങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം അത് എന്ത് ചെയ്യാണ്, ഇത്തരം യഹൂദ നസ്രാണികൾ അദ്ദേഹം പറയാണ് അവരിങ്ങനെ വീട്ടിലുണ്ടാകും, അവരിങ്ങനെ നിസ്കരിക്കാതെ അവർ നോമ്പെടുക്കാതെയൊക്കെ നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ മക്കൾ ഇത് കാണുകയാണ്. അതല്ലെങ്കിൽ അവർക്കിത് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കാണുകയാണ്. വഴിയെ ഇവരും വഴിവെച്ച് പോകാൻ തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒരു വേള ഇവർ അവരുടെ മതം പഠിച്ച ആളുകളാണെങ്കിൽ രഹസ്യമായി ഇത് പ്രചരിപ്പിക്കാനും കുട്ടികളൊക്കെ വഴിതെറ്റിക്കാനൊക്കെ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ പരമാവധി അവരെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾക്ക് മറ്റുമൊന്നും വെക്കാതിരിക്കുകയാണ് വേണ്ടത്. അതല്ലാത്ത നിലക്ക് മുസ്ലിമീങ്ങൾക്ക് വലിയ നിലക്ക് മസ്ലഹത്തുണ്ടാകുന്ന കാര്യങ്ങൾക്ക്, ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് അവരുമായി ഇടപെടാനും ഇടപാടുകൾ നടത്താനും ഒക്കെ യാതൊരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഫായിദ അൽ ഫായിദത്തു സാനിയ ജവാസുർ റഹൻ, പണയം അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. പണയം അനുവദനീയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് ഖുർആനിൽ ആയത്തിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ പേജ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം വ ഇൻ കുൻതും അലാ സഫരിൻ, നിങ്ങൾ ഇനി യാത്രയിൽ. അത് ആയത്തുദ്ദൈൻ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. തൊട്ട് മുമ്പിലെ പേജ് ആയത്തുദ്ദൈനാണ്. കടവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അതിന്റെ എല്ലാ നിബന്ധനകളും അതുമായി ബന്ധപ്പെട്ട മര്യാദകളൊക്കെ വിശദീകരിക്കുന്ന ഒരു പേജോളമുള്ള ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദൈൻ. അത് വിശദീകരിച്ച ഉടനെ തൊട്ടിപ്പുറത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വൈൻ കുന്തും അലാ സഫരിൻ, ഇനി നിങ്ങൾ യാത്രയിലാകുകയാണ്. ഇപ്പൊ തൊട്ടുമുമ്പിൽ എഴുതാനും മറ്റുമൊക്കെ പറയുന്നു. കടത്തിന് രണ്ടാളെ സാക്ഷി വേണം, എഴുത്തൊക്കെ വേണം. ഇനി വൈൻ കുന്തും അലാ സഫരിൻ വലം തജിബു കാതിബൻ, നിങ്ങൾ യാത്രയിലാവുകയും എഴുത്തുകാരന് കിട്ടാതിരിക്കുകയും ചെയ്താൽ ഫരിഹാനും മഖ്ബൂല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പണയവസ്തുക്കൾ കൈവശം കൊടുത്താൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇപ്പൊ ഖുർആനിൽ തന്നെ പണയം അനുവദനീയമാണ് എന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷെ അത് യാത്രയിലാണ് എന്നേ ഖുർആനിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ അത് പണയം അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കി തരികയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയുടെ കയ്യിൽ എന്ത് ചെയ്യാണ്, ആ കടത്തിന് വേണ്ടി കടം വാങ്ങിയതിന്റെ പേരിൽ അവിടെ പണയം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ മറ്റൊരു ഫായിദയായിട്ട് പറയുന്നു ജവാസു മുആമലത്തിൽ യഹൂദി വൻ നസാറ ബിൽ ബൈഇ വശ്ശിറാ, കച്ചവട ഇടപാടിൽ യഹൂദ നസ്രാണികളോട് ഇടപാട് നടത്താം, അത് അനുവാദമുണ്ട് എന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പ്രത്യേകം പറയാണ് ബിശർത്തിൻ അല്ലാ തതളമ്മന ഹാദിഹിൽ മുആമലതു ദററൻ അലൈനാ ഫിദ്ദീൻ, നമ്മുടെ ദീനിന് എന്തെങ്കിലുമൊക്കെ നേർക്കുനേരെയുള്ള ഉപദ്രവങ്ങൾ ഇവരുമായിട്ടുള്ള ചില ഇടപാടിലുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അദ്ദേഹം പറയാണ് ഇത്തരത്തിൽ ഇവരുമായിട്ടുള്ള ഇടപാട് നടത്തുന്ന സമയത്ത് അവർ അവരുടെ സാമ്പത്തിക സ്രോതസ്സും സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ നിലക്ക് വളർച്ച ഉണ്ടാവുകയും മുസ്ലിമീങ്ങൾക്ക് വലിയ ദുർബലത ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ അസ്ല് അവരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നമുക്ക് അനുവദനീയമാണ്, അതിൽ യാതൊരു നിലക്കുള്ള വിലക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. നാലാമത്തെ ഫായിദ ഖില്ലത്തു ദാത്തി യദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ദരിദ്രനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് വലിയ പണക്കാരനായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവിടുന്ന് അറിയിക്കുന്നു ഇബ്നു ഉസൈമീൻ പറയുന്നു ലാകിന്നഹു ഗനിയുൻ ഖൽബിഹി, അവിടുത്തെ ഹൃദയം കൊണ്ട് കൽബ് കൊണ്ട് അങ്ങേയറ്റം ധന്യനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സമ്പത്ത് കയ്യിലേക്ക് വരുന്ന സമയത്ത് അത് അവിടുന്ന് ദാരിദ്ര്യം ഭയപ്പെടാതെ ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു അറാബി ആ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ മുസ്ലിം ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ഒരു 2 മല അതിന് ഇടയിലുള്ള താഴ്വര നിറയെ അയാൾക്ക് ആട്ടിൻ പറ്റങ്ങളെ കൊടുത്തുവിടുകയാണ്. അങ്ങനെ ഈ വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ജനങ്ങളുടെ അടുക്കലേക്ക് പോയി പറയുകയും ചെയ്തു യാ ഖൗമി അസ്ലിമു, ജനങ്ങളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ, ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅൻ ലാ യഖ്ശൽ ഖാഫ,
ലാ യഖ്ശൽ ഫാഖ. ദാരിദ്ര്യം ഭയക്കാത്ത ആളുകൾ എങ്ങനെയാണോ ദാരിദ്ര്യം ഭയക്കാത്ത നിലക്ക് ഇങ്ങനെ ചെലവഴിക്കുകയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിളംബരം ചെയ്യണം. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്യാണ്? അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അത് അയാൾക്ക് വലിയ സന്തോഷമുണ്ടാവുകയാണ്. അത് ആളുകളിലേക്കൊരു ദാഇ അയാൾ മാറുകയാണ്. ഇസ്ലാമിന്റെ ആ മഹാസിനുകൾ, നന്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ മാറുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടുന്ന് ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴും കിട്ടിയ രീതിയിൽ, കിട്ടിയ പണം ഉണ്ടാകുന്ന സമയത്ത് കിട്ടിയ സമ്പത്ത് ധാരാളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അവിടുന്ന് മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ ഇന്നഹു മാത വദർഉഹു മർഹൂനത്തുൻ ഇൻദ യഹൂദി. അവിടുന്ന് മരണപ്പെട്ടത് അവിടുത്തെ പടച്ചട്ട യഹൂദിയുടെ കയ്യിൽ അവിടുന്ന് എന്ത് ചെയ്തിട്ടാണ്? പണയം വെച്ചിട്ടായിരുന്നു എന്നാണ്. എന്തിനാണ് പണയം വെക്കുന്നതിന്റെ ഫായിദ? എന്താണ് പണയം വെക്കുന്നതിന്റെ ഫായിദ സഹോദരങ്ങളെ? അത് തൗസിഖത്തു ബിദ്ദൈനാണ്. നമ്മൾ കടം കൊടുക്കുന്നതിനൊരു ഉറപ്പാണ് അല്ലെ? ഒരാൾ കടം കൊടുത്താൽ, ഒരു കടം നമ്മൾ ഒരാളുടെ അടുത്ത് ഇപ്പോൾ 1,00,000 രൂപ വാങ്ങി, നമ്മൾ പണയമായിട്ട് 1,00,000 രൂപ വരുന്ന അല്ലെങ്കിൽ 1,00,000 വിറ്റാൽ കിട്ടുന്ന വല്ല മുതലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫായിദ വളരെ വ്യക്തമാണ്. ഇയാൾക്ക് എങ്ങാനും ഇത് തിരിച്ചടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അയാൾക്ക് ആ പണയ വസ്തു എടുത്തിട്ട് വിറ്റിട്ട് അതിന്റെ പൈസ എടുക്കാവുന്നതാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നതാണെങ്കിൽ അത് വിറ്റിട്ട് ഈ തത്തുല്യമായ പണം എത്രയാണോ കടം വാങ്ങിയത് അത് കൈപ്പറ്റിയിട്ട് ബാക്കി ഇയാൾക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, സേഫ്റ്റിയാണ്, അതൊരു സേഫ്റ്റിയാണ്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ കടം കൊടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, അതല്ലെങ്കിൽ വലിയ പരിചയമൊന്നുമില്ല, അപ്പൊ ചോദിക്കുക വല്ല പണയ വസ്തു ഉണ്ടോ, അങ്ങനെ വെക്കുക. ഒരാൾ 1,00,000 രൂപ വയ്ക്കുകയാണ്, നമുക്ക് വലിയ അറിയില്ല, പരിചയമില്ല, അല്ലെങ്കിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ ഈ നിലയ്ക്ക് ഇയാൾക്ക് തരാൻ പറ്റുമോ, ചിലപ്പോൾ തരാൻ പറ്റാതിരുന്നാലോ, നമുക്ക് സ്വാഭാവികമായിട്ട് ദീനുൽ ഇസ്ലാമിന് അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. നീ ഇത് ഇവിടെ വെച്ചോളൂ, എന്നാൽ ഇതൊരു പണയ വസ്തുവായി വെച്ചോളൂ, ചിലപ്പോൾ അയാൾക്ക് അത് വലിയ ആവശ്യം ഉണ്ടാവില്ല, അതങ്ങനെ വെക്കാവുന്നതാണ്. കാരണം ഇത് ഇയാൾക്ക് തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ മുതലെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുതലെടുത്തുകൊണ്ട് അയാൾക്ക് വിറ്റിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് അയാളുടെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് ആ പണം സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ പണ്ഡിതന്മാർ മറ്റൊരു വസ്തു ചോദിക്കുകയാണ്, ചോദിക്കുകയാണ്, ഹൽ യുഷ്തറതു ഫി റഹ്നി അൻ യഖ്ബിദ അൽ മുർതഹിനു ഷൈഅൽ മർഹൂൻ ഔ യസിഹു റഹ്നു ബിദൂന ഖബ്ൽ അൽ മർഹൂൻ. ഈ പണയ വസ്തു ഈ ആരാണോ പണയം സ്വീകരിക്കുന്നത്, അഥവാ കടക്കാരനല്ല, കടം കൊടുത്ത വ്യക്തി, ആ കടം കൊടുത്ത വ്യക്തി ഈ പണയ വസ്തു ഇങ്ങോട്ട് സ്വീകരിച്ച് അയാളുടെ കയ്യിൽ തന്നെ വെക്കൽ നിബന്ധനയുണ്ടോ, അതല്ല ആ കടം വാങ്ങിയ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായാൽ മതി, പറഞ്ഞാൽ മാത്രം മതിയോ, ഇത് നമ്മൾ ഇതാണ് പണയ വസ്തു എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് ശരിയാകണമെങ്കിൽ ഈ കടം കൊടുത്ത വ്യക്തി ആ പണയ വസ്തു അയാളെ കൈപ്പറ്റണം, എന്നാലേ അത് ശരിയാവുകയുള്ളൂ, അതല്ലെങ്കിൽ മറ്റേ ആൾക്കത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. കാരണം ഇത് പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് വിൽക്കാനൊന്നും പാടില്ല. കാരണം പണയം വസ്തുവായി മാറിയാൽ ഇയാൾക്ക്, ഈ കൊടുത്ത ആൾക്ക്, അഥവാ കടം വാങ്ങിയ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് വിൽക്കാനോ മറ്റൊന്നും അവകാശമില്ല. അപ്പൊ ആ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഉസൈമിനൊക്കെ റാജിഹായി പറയുന്നത് അത് പണയ വസ്തു ഇയാളുടെ കയ്യിൽ തന്നെ ഇരുന്നാലും മതി, കുഴപ്പമില്ല, അത് എന്ത് ചെയ്താലും മതി, ഇതാണ് പണയ വസ്തു എന്ന് നിജപ്പെടുത്തി ഇത് പറഞ്ഞാൽ മതി, ഇതാണ് പണയ വസ്തു, ഇതായിരിക്കും എനിക്ക് തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വസ്തു വിറ്റിട്ടായിരിക്കും ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ കോൺട്രാക്ട് അക്കത് ഇടപെട്ടാൽ മതി, അതല്ലാതെ അത് കടം കൊടുത്ത ആളുടെ കയ്യിൽ തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല എന്നാണ്. എന്നാൽ ഈ ആയത്തിൽ കടം കൊടുത്ത ആളുടെ കയ്യിൽ തന്നെ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുള്ള മറുപടിയോ അദ്ദേഹം പറയുന്നത് യാത്രയിലായതുകൊണ്ടാണ്. അവിടെ പ്രത്യേകം കാരണം പറയുന്നുണ്ട്, വലം യജിദ് കാത്തിബൻ, ഒരു എഴുത്തുകാരനെ കിട്ടുന്നില്ല എന്നാണ്. അപ്പൊ എഴുത്തുകാരനുണ്ടെങ്കിൽ അവിടെ സാക്ഷി വ്യക്തമായി. പക്ഷെ ഇവിടെ ഒരു സാക്ഷിയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ, ഒരു കപ്പലിലാണ്, ഒരു യാത്രയിലാണ്, രണ്ടാൾ മാത്രം തമ്മിൽ ഇടപാടാണ്. പിന്നെ ഇയാൾ നിഷേധിച്ചേക്കാമല്ലോ, അല്ലെങ്കിൽ സാക്ഷിയില്ല, അപ്പൊ നമ്മുടെ പണത്തിന് ഒരു ഉറപ്പ് കുറവാണ്. അപ്പൊ ആ നേരത്താണ് എന്ത് ചെയ്യാണ്, ഫരിഹാനു മഖ്ബൂല, പണയ വസ്തു ഉടമപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഈ പറയുന്ന സാക്ഷി ഇല്ലാതെയും കടം കൊടുക്കാമെന്ന് പറഞ്ഞത് അവിടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇത് നിബന്ധനയില്ല, പണയ വസ്തു എന്നതാണ് എന്ന് പറഞ്ഞാൽ മതി, അത് അയാളുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കേണ്ടതില്ല എന്നാണ്. അഞ്ചാമത്തെ ഫായിദ, വുജൂബ് ഇൻഫാഖി റജുലി അലാ അഹ്ലിഹി വഇൻ കാനത്തി സൗജതു ഗനിയ. ഭാര്യ ധന്യതയുള്ള, ഭാര്യ സമ്പത്തുള്ളവളാണെങ്കിലും ശരി, പണക്കാരിയാണെങ്കിലും ശരി, അവളുടെ മേൽ ചെലവഴിക്കൽ പുരുഷന് ബാധ്യതയാണ്, ഭർത്താവിന് ബാധ്യതയാണ്. ഭാര്യ നല്ല പണക്കാരിയാണെങ്കിലും ശരി, ഭാര്യയുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് എന്ന് വിചാരിക്കുക, അവൾക്ക് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറയുന്ന അവൾക്ക് എന്തുണ്ട്, ജോലിയുണ്ട്, അവൾ ജോലിയൊക്കെ എടുക്കുന്ന അങ്ങനെ വരുമാനമൊക്കെ വരുന്നതാണെങ്കിലും ശരി, ഭർത്താവിന്റെ മേൽ ബാധ്യതയാണ് ചെലവഴിക്കുക എന്നുള്ളത്, ഭർത്താവിന്റെ ബാധ്യതയാണ്. ഇപ്പൊ മാസത്തിൽ എന്താണോ ചെലവുണ്ടാകുന്നത്, വീട്ടു ചെലവും മറ്റും ഒക്കെ വഹിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ബാധ്യതയാണ് എന്നാണ്. എന്നിട്ട് അതിന് നേർക്കുനേരെ തെളിവായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയും മറ്റു ഭാര്യമാർക്ക് വേണ്ടിയും ചെലവഴിച്ചു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കുറച്ച് പണമുണ്ടായിരുന്നു. തൊട്ടു മുമ്പത്തെ ഒരു ഹദീസിൽ, ബരീറയുടെ ഹദീസിൽ, ഒരു അടിമ സ്ത്രീയെ ആയിഷ റളിയല്ലാഹു അൻഹു 8 ഊക്കിയ കൊടുത്തിട്ട് അത് ആയിഷ റളിയല്ലാഹു അൻഹു വാങ്ങുന്നുണ്ട്, അല്ല 9 ഊക്കിയ കൊടുത്തിട്ട് അത് വാങ്ങുന്നുണ്ട്, അല്ലെ, വെള്ളി
കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു ആ അടിമയെ മോചിപ്പിക്കുന്നത്. അപ്പം അത്രയും പണമൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും എന്ത് ചെയ്യാണ്? അവിടെ നിർബന്ധമായി ചെലവഴിക്കുകയാണ്. അപ്പം അതാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എത്ര വലിയ പണക്കാരിയാണെങ്കിലും ശരി, നിന്റെ അടുത്ത് പണം ഉണ്ടല്ലോ, അതുകൊണ്ട് നിന്നെ ഞാൻ നോക്കുകയില്ല എന്നൊരു പുരുഷന് പറയാൻ പാടില്ല. ഇനി അവൾ പറയാൻ കുഴപ്പമില്ല, എൻ്റെ അടുത്തും ഉണ്ട്, ഞാനും പൈസ എൻ്റെ അടുത്ത് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ തരേണ്ടതില്ല എന്ന് അവൾ സ്വമേധയാ പറയുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ചില ആളുകൾ എന്ത് ചെയ്യും? ഭാര്യയെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൾക്ക് കിട്ടുന്ന വരുമാനം എനിക്ക് തരണം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്. അത് വലിയ ലുൽമാണ്. അതല്ലെങ്കിൽ നിന്നെ തലാക്ക് ചെയ്ത് കളയും, അതുകൊണ്ട് നിന്റെ സാലറിയിൽ നിന്ന് എനിക്ക് തരണം. ഈ നിലക്കൊക്കെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇത് ലുൽമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ചും നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജോലി നീ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി വെച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ ഭർത്താവിന് പിന്നീട് അത് ചെയ്യാൻ പാടില്ല. എന്നാൽ അതല്ല, ഭർത്താവുമായിട്ട് പറയണം, നീ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, ചെലവിൽ നിന്ന് നീയും കൂടി എടുക്കണം എന്ന് ഭർത്താവുമായി ഒരു സുൽഹിൽ അല്ലെങ്കിൽ ഭർത്താവുമായി അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ നിലക്കായിരിക്കണം അവർ പോകേണ്ടത്. അതല്ലെങ്കിൽ അസ്സൽ ഭാര്യയ്ക്ക് യാതൊരു ബാധ്യതയുമില്ല എന്നാണ് സഹോദരങ്ങളെ ഇവിടെ പറയുന്നത്. കാരണം ഭാര്യക്ക് ചെലവഴിക്കുക എന്നുള്ളത് അതൊരു മുആവളത്താണ്. ഭാര്യയുമായിട്ടുള്ള ബന്ധം ഭർത്താവിന് ലഭിക്കുന്നു. ആ ജിമാഇന്റെ ഇസ്തിംതാഇന്റെ ബന്ധത്തിന് പകരമായിട്ടാണ് യഥാർത്ഥത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. അത് നൽകണം. അവളുടെ കയ്യിൽ പണം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി നൽകേണ്ടതുണ്ട് എന്നാണ്. ഇനി ആറാമത്തെ ഫായിദ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കടം, ഒരു മനുഷ്യൻ ആ കടവുമായിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അയാൾ ഈ രൂപത്തിലുള്ള പണയ വസ്തുവോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് അയാളെ ബാധിക്കുകയില്ല. കാരണം മറ്റേ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിറ്റിട്ട് പൈസ എടുക്കാൻ പറ്റും. കടക്കാരനായിട്ടാണ് മരണപ്പെട്ടത്. കാരണം ഒരു ഹദീസിലുണ്ടല്ലോ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളഅ അൻ. ഒരു മുഅ്മിന്റെ നഫ്സ് എപ്പോഴും അവന്റെ കടവുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും, അത് വിറ്റ് അത് കടം വീട്ടപ്പെടുന്നത് വരെ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ സൈമൺ പറഞ്ഞ അതിന്റെ സിഹത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇനി അത് സഹീഹാണ് എന്ന് സങ്കല്പിച്ചാലും ഈ വിഷയത്തിൽ എന്ത് വരുന്നില്ല? ആ ഒരു കാര്യം വരുന്നില്ല. കാരണം അവിടെ പണയ വസ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ പണയ വസ്തു വിറ്റിട്ട് അവർക്കത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കടക്കാരനായി കടം വീട്ടാതെ മരണപ്പെട്ടു എന്ന് ഈ പണയം വെച്ച ആളെ പറയാൻ പറ്റുകയില്ല. കാരണം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിറ്റിട്ട് അയാൾക്ക് പൈസ എടുക്കാൻ പറ്റും. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ലൗ കാന അൽ-ഇൻസാനു ഫീ ദിമ്മതി ദൈനുൻ ലിസുന്ദൂഖി തൻമിയത്തിൽ അഖാരി വമാത വലം യുഫി കുല്ലിഹി ഫഹൽ തബ്ഖ നഫ്സുഹു മുഅല്ലഖത്തുൻ ബിദ്ദൈൻ. ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഒരു കോൺട്രാക്ട് ഇടപെട്ടു, അയാളുടെ വീടോ മറ്റോ ഒക്കെ വേണ്ടി ഒരു കോൺട്രാക്റ്റിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അയാളത് എന്ത് ചെയ്യണം? മാസാമാസം ഗഡുക്കളായിട്ട് കടം വീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരാൾ 10 ലക്ഷത്തിന്റെ ഒരു വീട്, അത് പലിശയുമായിട്ടുള്ളതല്ല, അതല്ലാത്ത നിലക്കുള്ളതാണ് ഈ പറയുന്നത്. അപ്പം അയാൾ മാസാമാസം ഓരോ ലക്ഷം രൂപ അടച്ച് ആ വീടിന്റെ പൈസ, അല്ലെങ്കിൽ 10 50 എത്രയാവട്ടെ, അല്ലെങ്കിൽ അടച്ചു പോവുക. അപ്പം അങ്ങനെ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ കുറെ ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ ബാക്കിയുണ്ടാകും. അപ്പം ഈ നേരത്ത് ഇത് ബാധകമാണോ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്. അയാൾ ജീവിതകാലത്ത് അടക്കേണ്ടതൊക്കെ വളരെ കൃത്യമായി അടച്ചിട്ടുണ്ട് എങ്കിൽ എന്തില്ല, അയാൾക്ക് കുഴപ്പമില്ല. കാരണം ഇവിടെ വീട് ബാക്കിയുണ്ട്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കടം വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അനന്തരാവകാശികൾ കടം വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ വീട് തിരിച്ചെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യം വസൂലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയമില്ല. എന്നാൽ ഇവിടെ ഇയാൾ ജീവിതകാലത്ത് തന്നെ ഇത് അടക്കാതെ അതുമായി ബന്ധപ്പെട്ട അയാൾ ഇപ്പൊ 10 മാസം അല്ലെങ്കിൽ ജീവിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം, 10 മാസത്തിൽ ഇയാൾ അടച്ചിട്ടില്ല, ആ നിലക്കാണെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കടവുമായി ബന്ധപ്പെട്ടത് അടുത്ത ഹദീസ് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അവിടെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് സഹോദരങ്ങളെ റഹൻ, പണയം അത് വെക്കാൽ അനുവദനീയമാണ് എന്നറിയിക്കുന്ന ഒരു അധ്യായമാണിത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അടുത്ത ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മത്ലുൽ ഗനിയ്യി ളുൽമുൻ വഇദാ ഉത്ബിഅ അഹദുക്കും അലാ മലിയിൻ ഫൽയത്ബഅ. കടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസാണ്. മത്ലുൽ ഗനിയ്യി ളുൽമുൻ, പണക്കാരൻ കടം വാങ്ങിയത് അത് കഴിവുണ്ടായിട്ടും, കടം വീട്ടാൻ കഴിവുള്ള ഒരുവൻ അത് കൊടുത്തു വീട്ടാനുള്ള കഴിവുണ്ടായിട്ടും അത് വൈകിപ്പിക്കുക എന്നുള്ളത് ളുൽമാണ്, അക്രമമാണ്. വഇദാ ഉത്ബിഅ അഹദുക്കും അലാ മലിയിൻ ഫൽയത്ബഅ. ഇനി ഒരാൾക്ക് കടക്കാരനാണ് അയാൾ, എന്നാൽ അയാൾക്ക് വേറൊരാളുടെ കയ്യിൽ നിന്നും പണം കിട്ടാനുണ്ട്. അപ്പോൾ നീ എന്നോട് ചോദിക്കാൻ വന്നാൽ നീ മറ്റേയാൾ എനിക്ക് തരാനുണ്ട്, നിങ്ങൾ അയാളുടെ അടുത്ത് വാങ്ങിക്കോളൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഫൽയത്ബഅ, അത് എന്ത് ചെയ്യട്ടെ, നമ്മൾ സ്വീകരിക്കണം. അല്ല നീ തന്നെ തരണം എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതില്ല. അങ്ങനെ ഒരാൾ തരാനുണ്ട്, അയാൾ നിങ്ങൾക്ക് തരും. അതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണം പറയുന്നുണ്ട്. അത് സ്വീകരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് മത്ലുൽ ഗനിയ്യി ളുൽമുൻ? പണമുള്ള ഒരുവൻ വൈകിപ്പിക്കുക എന്ന് പറയുന്നത് അക്രമമാണ് എന്ന് പറഞ്ഞത്. അത് ഒരാൾ കടം വാങ്ങി, അയാളെ സംബന്ധിച്ചിടത്തോളം
അതിന്റെ സമയമായി, ഒരു മാസത്തേക്കാണ് കടം വാങ്ങി. ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു ചോദിക്കാൻ വന്നപ്പോൾ ഇയാളുടെ കയ്യിൽ പണമുണ്ട്. ഇയാളത് കൊടുക്കുന്നില്ല. കാരണം ഇയാൾ വിചാരിക്കണത് കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചില പ്ലാനുകൾ നടക്കൂല. കൊടുക്കാനുള്ള പണം അയാളുടെ കയ്യിൽ 1 ലക്ഷം രൂപയാണ് വാങ്ങിയത്. ചോദിക്കാൻ വന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ 1 ലക്ഷം കൊടുക്കാനുണ്ട്, പക്ഷെ ഇയാൾ കൊടുക്കുന്നില്ല. അയാൾ പിന്നെ ആകട്ടെ, ഒരാഴ്ചയും കൂടി കഴിയട്ടെ, അങ്ങനെ പറയുക എന്നുള്ളത് ദുൽമാണ് എന്നാണ്. അപ്പം ആ സമയം കൃത്യമായിട്ട് അതിന് ശേഷമുള്ളൊരു മണിക്കൂറാകട്ടെ ആ ചെയ്യുന്നത് അക്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വളരെ ഗൗരവമുള്ള കുറ്റമായി കണക്കാക്കുന്ന ഒരു കാര്യമാണ് മത്ലുൽ ഗനീ ദുൽമുൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അദ്ദുൽമു ദുലുമാതുൻ യൗമൽ ഖിയാമ, ദുനിയാവിൽ ചെയ്യുന്ന അക്രമം എന്ന് പറയുന്നത് പരലോകത്തെ ഇരുട്ടാണ്. പരലോകത്ത് അവന് വെളിച്ചമുണ്ടാവുകയില്ല, വലിയ അബദ്ധത്തിലായിരിക്കും അവൻ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. സമാനമായ കാര്യമാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കച്ചവട ഇടപാടുകളിലും നടക്കാറുണ്ട്. നമ്മൾ ഒരാളുമായിട്ട് ഒരു കച്ചവട ഇടപാട് നടത്തുകയാണ്. നമ്മളൊരു വസ്തു ഒരാൾക്ക് വിറ്റു, പക്ഷെ പണം തന്നിട്ടില്ല. പണം പറഞ്ഞു അത് ഒരാഴ്ച കൊണ്ടാണ് തരിക, അടുത്ത ആഴ്ച ഇതേ ദിവസം തിങ്കളാഴ്ച നമ്മൾ വസ്തു വിറ്റു, അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ വരുമ്പോൾ തരാം എന്ന് പറയാം. അടുത്ത തിങ്കളാഴ്ച ചെല്ലുമ്പോൾ ഇവൻ്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ഇവന് വേറെ കുറേ പർച്ചേസ് ഉണ്ട്. ഇവൻ എന്ത് ചെയ്യാണ്? ഇല്ല, നിങ്ങളെ പൈസ ഇപ്പം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ദുൽമാണെന്നാണ്. കാരണം ഇയാളുടെ കയ്യിൽ പണമുണ്ട്, അയാൾ കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ്. അയാളോട് മറ്റേയാൾ അനുവാദം നൽകിയാലല്ലാതെ വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്ന് തരാമെന്നാണ്, പക്ഷെ നിങ്ങളൊരു 4 ദിവസം കൂടി നീട്ടിത്തരികയാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിച്ചാലല്ലാതെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് വൈകിപ്പിക്കാൻ പാടില്ല. അതല്ലാത്ത രൂപത്തിൽ കയ്യിൽ പണം വെച്ചിട്ട് വൈകിപ്പിക്കുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഅല ഹാദാ യകൂനുൽ മത്ലു മഅൽ ഗിന ഹറാമൻ, ഇത് നിഷിദ്ധമായ കാര്യമാണ്. എത്ര സമയം കഴിയുന്നു, വകുല്ലു വഖ്തിൻ യംദി അല ഹാദൽ മുമാതിലി ഫഇന്നഹു യക്തസിബു ബിദാലിക ഇസ്മ, അതിനുശേഷം എത്ര സമയം കഴിഞ്ഞു പോകുന്നു അത്രയും പാപങ്ങൾ അയാൾക്ക് അത് ബാധിച്ചതായിട്ട് മാറും. വമാ അക്സറൽ മുമാതിലീന മഅൽ അസിഫി ഫീ സമാനിന ഹാദാ, ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര ഖേദകരമാണ്, എത്രയാണ് ഈ പൈസ വൈകിപ്പിക്കുന്ന ആളുകൾ എത്രയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന കഴിവില്ലാത്ത കാര്യത്തിനൊക്കെ ഓരോരുത്തർ എന്ത് ചെയ്യും, ഒരാൾക്ക് അതായത് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് അവനവന്റെ കുദറത്തിന്റെ അപ്പുറത്തേക്ക്, കഴിവിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വികസിപ്പിക്കാനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വാങ്ങാനും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ചില അയാൾക്ക് ഒരു വാഹനം വാങ്ങാൻ, ചെറിയൊരു വാഹനം വാങ്ങാനുള്ള പണം ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവന്റെ ആഗ്രഹം വലുതാണ്. അപ്പോൾ വലിയ വാഹനം വാങ്ങണം. ഉദാഹരണം ചില കണക്കുകൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷം റുപ്യൻ്റെ കാറ് വാങ്ങാനുള്ള പണം അയാളുടെ കയ്യിലുള്ളൂ, പക്ഷെ ഇയാൾക്ക് വാങ്ങേണ്ട 50 ലക്ഷത്തിൻ്റെ കാറിന് വാങ്ങണം, അല്ലെങ്കിൽ 30 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങണം. പണമില്ല. ഈ രൂപത്തിൽ ആളുകളോട് കടം വാങ്ങാം, എന്നിട്ട് അവധി പറയാം, ഇത്ര ദിവസം കൊണ്ട് തരാം എന്ന് പറയാം. എന്നിട്ട് ആളുകൾ വരുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് കൊടുത്തു കൂട്ടാൻ പറ്റുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യം. കടം എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾക്ക് അനുവദിക്കാത്ത രീതിയിലുള്ള ഇത്തരം പ്രവൃത്തികൾ നമ്മൾ ചെയ്യാതിരിക്കുക. നമുക്ക് തിരിച്ചടക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കടം വീട്ടാൻ പാടുള്ളൂ. നമുക്ക് തിരിച്ചടക്കാൻ സാധിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്നായി ദുആ ചെയ്ത് ആഗ്രഹത്തോടു കൂടിയേ കടം വാങ്ങാൻ പറ്റുള്ളൂ. യാതൊരു നിലക്ക് തിരിച്ചടക്കാനുള്ള വകുപ്പുമില്ല, വരുമാനമൊന്നും വരാനില്ല, എന്നാലും ഇങ്ങനെ കടം വാങ്ങി കൂട്ടുക എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയാണ്. കാരണം അവന്റെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ട്, അതിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാവാം, അവസാനം ഇല്ല, ഞാൻ കയ്യിലില്ല എന്ന് പറയാലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വാങ്ങുന്നതിന് എവിടുന്നാണ് ഇത് വരവ് വരുന്നത്. വരവ് വരാൻ ഒരു വഴിയില്ലെങ്കിൽ ഇത്ര വലിയ വലിയ ആഗ്രഹങ്ങൾ ഒരാൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. അത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ ഖനാഅത്തോടുകൂടി, ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് കടം വാങ്ങുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നത് അതും ഒരു ദുൽമായി തീരുമെന്നാണ്. കാരണം ഇവനറിയാം ഒരു മാസം കഴിഞ്ഞ് ഇയാൾ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, പക്ഷെ പറയാൻ ഒരു മാസം, അടുത്ത മാസം തരാമെന്ന് പറയണം. എവിടുന്ന് കിട്ടാനാണ്? ഇവനൊരു നിലക്കുള്ള ഒരു പ്രതീക്ഷയില്ല, എന്നാലും വലിയ വലിയ എമൗണ്ടുകൾ വാങ്ങി കൂട്ടുകയാണ്. ഇത് വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അദ്ദേഹം പറയാണ്, ഈ വ്യക്തി, ഈ മിസ്കീൻ, ഇവനൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവനിങ്ങനെ വൈകിപ്പിക്കുന്നത് കൊണ്ട് ഇവൻ എന്താണ് ഉപകാരമുള്ളത്, എന്ത് ഫായിദാണുള്ളത്? ഇവൻ എന്തായാലും കൊടുക്കേണ്ടതുണ്ട്. വൈകിപ്പിക്കുന്നതുകൊണ്ട് കൊടുക്കുന്നതിലൊന്നും കുറയാനൊന്നുമില്ല. അതായത് ഒരാളുടെ കയ്യിൽ പണം ഉണ്ടായിട്ടും, ഇത് പണമുള്ള ആളുടെ കാര്യമാണ് പറയുന്നത്, ഒരാളുടെ കയ്യിൽ പണം ഉണ്ടായിട്ടും ചില ആളുകൾ വൈകിപ്പിക്കും. അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. അത് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത് പൈശാചികമായൊരു പ്രേരണയാണ്. അത് പല കച്ചവടക്കാരിലും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് ഇന്നത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതായത് പെട്ടിയിൽ പണം ഉണ്ടെങ്കിലും കളക്ഷൻ ആൾ വന്നാൽ അത് കൊടുക്കൂല, കൊടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കൊടുക്കുള്ളൂ. അതായത് 5000 കൊടുക്കാനുണ്ട്, അത് 2000 കൊടുക്കുള്ളൂ, ബാക്കി അടുത്ത ആഴ്ച നോക്കാം. സാധനം ഉണ്ടാവും. ഇനി കളവും പറയുന്ന ആളുകളുണ്ട്. കളവും പറയുന്ന ആളുകൾ ഇതിലുണ്ട്. ഇവൻ എന്ത് ഫായിദയാണ് കിട്ടുന്നത്? കാരണം ഈ ബാക്കി കൊടുക്കാനുള്ള 3000 അത് 3000 ആയിട്ട് തന്നെ കൊടുക്കണം. അത് ചിലപ്പോൾ നാളെ ഇതിനേക്കാൾ ഞെരുക്കം വന്നതിനാൽ കൂടുതൽ പ്രയാസപ്പെടുകയുള്ളൂ. ഇനി അതല്ല, ഇവൻ മരണപ്പെട്ടു പോയാൽ
ഇവന്റെ കാര്യം നേരത്തെ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ചിലപ്പോൾ അനന്തരാവകാശികൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയുന്നുണ്ടാവുകയില്ല. ഇനി അറിയുന്നവരിൽ തന്നെ ദീനില്ലാത്ത പരലോക ബോധമൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുള്ള അനന്തരാവകാശികളാണെങ്കിൽ അവർ അതൊന്നും നോക്കുകയില്ല. അവരെന്ത് ചെയ്യും? അവരവരെ കിട്ടിയ പണമായിട്ട് അവർ ജീവിക്കും. ഇന്നാൾക്ക് കടം കൊടുക്കാൻ ഞങ്ങളറിയില്ല എന്ന് പറയുന്ന അനന്തരാവകാശികൾ ഉണ്ടാകാം. അപ്പൊ എല്ലാ നിലക്ക് നോക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലും അദ്ദേഹത്തിനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി വളരെ ഗൗരവമുള്ള പ്രവൃത്തിയാണ്. ഇതൊക്കെ ആർക്കെ കാര്യങ്ങൾ കയറുക, അള്ളാഹുലും പരലോകത്തും വിശ്വസിക്കുന്ന ആളും ഖബറിൽ പോയാൽ ഇതൊക്കെ ചോദ്യമുണ്ടാകും, പരലോകത്തെത്തിയാൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചോദ്യമുണ്ടാകും എന്ന ചിന്തയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ ചിന്തയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് കടം, എന്ത് ആളുകളെ പ്രയാസപ്പെടുത്തൽ യാതൊരു കുഴപ്പമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള കാര്യം വളരെ അപകടമുള്ള കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ചില ആളുകൾക്ക് ചിലപ്പോൾ സ്വത്തുക്കൾ വേറെ ഉണ്ടാവും, എന്നാൽ ഒരുപാട് കട ഉണ്ടാവും. എന്നാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അനന്തരാവകാശികൾ ഇതൊന്നും ചിലപ്പോൾ നോക്കുന്നില്ല. അവരവരുടെ പാർട്ടീഷൻ ചെയ്ത് അവരെടുത്തങ്ങ് പോകും. ചിലപ്പോൾ കടങ്ങൾ വേറെ കൊടുക്കാനുണ്ടാവും, അത് ചിലപ്പോൾ അത് ശ്രദ്ധിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് അനന്തരാവകാശികളായിട്ടുള്ളത് എങ്കിൽ ഈ പറയുന്ന കൃത്യസമയത്ത് കൊടുക്കാതെ നിർത്തുന്ന ഓരോ മിനിറ്റുകളും ഇവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള കാര്യമായി തീരും. എന്നാൽ അതിനു മുമ്പേ അവൻ മരണപ്പെട്ടു പോയാൽ അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉദറുണ്ടായേക്കാം. കാരണം അവന് ആത്മാർത്ഥതയോടുകൂടി ദിവസം പറഞ്ഞതാണ്. ചിലപ്പോൾ അവനതിൻ്റെ മുന്നിൽ മരണപ്പെട്ടു അള്ളാഹുവിൻ്റെ അടുക്കൽ ഉദറുണ്ടായേക്കാം. പക്ഷേ ഇവൻ മനഃപൂർവ്വം വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമായി തുടരും. ആ കുറ്റത്തോടു കൂടിയായിരിക്കും മരിക്കുക. പിന്നീട് അനന്തരാവകാശികൾ അത് വീട്ടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ ഖബറിൽ വലിയ അപകടമാണ്, വലിയ അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വൽ മുശ്തരി ഇദാ തഅവദൽ മുമാത്തല സാറ ദാലിക ഖുലുഖൻ ലഹ്. ചില കച്ചവടം വാങ്ങുന്ന ആളുകൾ, ചില പർച്ചേസ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഈ ഒരു സ്വഭാവം, വൈകിച്ചേ പണം കൊടുക്കൂ എന്നത് അവസാനം അവരുടെ സ്വഭാവം അതായി മാറി. ആളുകൾക്കിടയിൽ അവരൊരു മുദ്ര ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും. വസാറത്ത് മുആമലതുഹു മിൻ അസ്വഇൽ മുആമലാത്ത്. ഏറ്റവും മോശപ്പെട്ട ഇടപാടുകളായി അവൻ തീരും. കാരണം എപ്പോഴും ഇവന്റെ സ്വഭാവം അതാണ്. അപ്പൊ ചില ആളുകൾക്ക് ആ പരീക്ഷണം ഉണ്ടാവും. ചില ആളുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത ആളെ സംബന്ധിച്ച് എല്ലാവർക്കും കടായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എവിടെ അവൻ കൈവച്ചാൽ അവിടെയൊക്കെ കൊടുക്കാനുണ്ടാവും. കാരണം മനസ്സിൽ ആദ്യത്തെ സമയത്ത് തന്നെ, ഇത് വാങ്ങുന്ന സമയത്ത് ഇത് കൃത്യമായി കൊടുക്കണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അവൻ പരീക്ഷിക്കപ്പെടുന്നതാണ്. അതവൻ മോശപ്പെട്ട സ്വഭാവമായി തീരും. ആളുകളോടൊക്കെ കളവ് പറയേണ്ട അവസ്ഥ ഉണ്ടാകും. നാളെ തരാം, അടുത്ത ആഴ്ച തരാം. ഈ നാളെ തരാം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് പല ആളുകൾ സത്യം ആണെന്ന് വിശ്വസിച്ച് തിരിച്ചു പോവാണ്. ശിവനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്നല്ല, ഈ വർഷത്തിൽ കൊടുക്കാൻ കഴിയില്ല. എന്നാലും എന്ത് ചെയ്യും? ആ രൂപത്തിൽ ആളുകളെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കണം. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ ഗൗരവത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു ജനാസ അവിടെ കൊണ്ടുവരപ്പെടുകയാണ്. അത് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ അലൈഹി മിൻ ദൈൻ, ഈ വ്യക്തിക്ക് വല്ല കടവുമുണ്ടോ എന്ന് ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് അലൈഹി ദീനാറ, 2 ദീനാർ കടം ഈ വ്യക്തിക്കുണ്ട്. ഫതഅഖർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നോട്ട് പോയി. അതായത് ഇമാമ് നിൽക്കേണ്ട അവിടുന്ന് ഇമാമൊന്നുമില്ല, പിന്നോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. വലം യുസല്ലി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? നിസ്കരിച്ചിട്ടില്ല. കാരണം കടമുണ്ട് എന്നുള്ള കാര്യത്താലാണ്. അപ്പോൾ പിന്നീട് ഒരു വ്യക്തി അവിടെ ഏറ്റെടുക്കുകയാണ്. അബു ഖതാദ ഏറ്റെടുക്കുകയാണ്. യാ റസൂലല്ലാഹ് അദ്ദീനാറ അലൈ, അല്ലാഹുവിന്റെ റസൂലെ, ഈ 2 ദീനാറ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇനി നിന്റെ മേലാണ് ബാധ്യത. മയ്യത്തിൽ നിന്ന് നിന്റെ മേലേക്ക് ബാധ്യത മാറി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? അതിനുവേണ്ടി നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ആ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, കാഫിറായത് കൊണ്ടല്ല. കാരണം ബാക്കിയുള്ള സഹാബികളോട് നിസ്കരിക്കാൻ പറഞ്ഞു. പക്ഷേ ആ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണിത്. ആ ഗൗരവം ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന് മാതൃകയാണ്. അതുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആളുകൾ പലരും ഈ അനാവശ്യമായ തൻ്റെ കയ്യിലില്ലാത്ത രൂപത്തിൽ കാണിക്കുന്നതിന് വേണ്ടി പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കടക്കണിയിൽപ്പെട്ടു പോകുന്നത്. അവനവന്റെ ലൈഫിലല്ല ജീവിക്കുന്നത്, മറ്റുള്ള ആളുകളെ പോലെയാണ്. വലിയ പണക്കാർ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ കച്ചവടവും മറ്റൊക്കെ തുടങ്ങി വലിയ പണക്കാരായ ആളുകളെ പോലെയാണ് പുതുതായിട്ടുള്ള ആളുകൾക്ക് ആവേണ്ടത്. ഒറ്റയടിക്ക് അങ്ങനെ ആവേണ്ടതാണ്. അല്ലെ, അവൻ ഒരുപാട് കാലം കൊണ്ടുണ്ടാക്കിയ വലിയ ബംഗ്ലാവും വലിയ വാഹനങ്ങളൊക്കെ ആയിരിക്കും. ഇവൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് ആക്കണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവൻ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ നിന്നൊക്കെ മുഴുവൻ പണം വാങ്ങിക്കൂട്ടാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യണം, ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്, എപ്പോൾ കൊടുക്കാൻ പറ്റും, ഇത് ഒന്നും അറിയുന്നില്ല. കുറെ കഴിഞ്ഞാൽ പിന്നെ വാർത്ത വരികയാണ്, ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി ഇയാൾ മുങ്ങി, അതല്ലെങ്കിൽ കച്ചവടം ഒന്നാകെ ഫുൾ. ഇവനറിയാം ഈ പറയുന്ന ഒരു കച്ചവടം നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം ആളുകളടുത്ത് ഒരു നിലക്കില്ലാത്ത പ്രൊജക്റ്റുകളൊക്കെ അവതരിപ്പിച്ച് ഇങ്ങനെ പണം വാങ്ങി കയ്യിലിട്ട് അത് ഇതിനു വേണ്ടിയിട്ടല്ല പലപ്പോഴും ചെലവാക്കുന്നത്. ഇവനുടനെ തന്നെ വലിയ വാഹനം മേടിച്ചു വെക്കുകയാണ്, ഇവനുടനെ തന്നെ വലിയ അങ്ങനെ ചെയ്യണം, ഇവന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി പല ആളുകളും വഞ്ചിച്ചുകൊണ്ട് ഇത്തരം എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ്മെന്റും മറ്റുമൊക്കെ എടുത്ത് ലക്ഷറി ലൈഫ് ഉണ്ടാക്കുക. ഇതാണ് പല ചെറുപ്പക്കാരുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ വരുന്ന കടങ്ങൾ
അവൻ ഇവിടുത്തെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവൻ ചിന്തിക്കുന്നത്. കാരണം ഇവിടുത്തെ നിയമങ്ങളുമായി സംബന്ധിച്ചിടത്തോളം ഒരാൾ വലിയ കടമൊക്കെ വാങ്ങി അത് എന്ത് പേപ്പറാക്കി വാങ്ങിയാലും ശരി, പിന്നീട് അവന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവനെ ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഇവിടെ തൂക്കിക്കൊല്ലൊന്നുമില്ല. ഒരാൾ ഇത്ര കോടിക്കണക്കിന് ഉറുപ്പിക നാട്ടുകാർക്ക് കൊടുക്കാനുണ്ടായാലും എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ തൂക്കിക്കൊല്ലാനോ ഒന്നും ഇവിടെ വിധിക്കുകയില്ല. എന്നാൽ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഇവന് ഉത്തരം പറയേണ്ടി വരും. കാരണം ഇത് വാങ്ങുന്ന സമയത്ത് ഇവന് ഉറപ്പ് വേണ്ടതുണ്ട്, ഇതെന്ത് ചെയ്യും, ഇതെങ്ങനെ കൊടുക്കും എന്നത് ഉറപ്പ് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണിത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ ഭാഗം ഈ ഹദീസിന്റെ. രണ്ടാമത്തെ ഭാഗം വൈദ ഉത്ബിയ അഹദുക്കും അലാ മലീഇൻ ഫല്യത്ബ. ഇനി അയാൾ കടക്കാരനാണ്, എന്നാൽ ഇയാൾക്ക് വേറെ ആൾക്ക് കിട്ടാനുണ്ട്. ഉദാഹരണത്തിന് മുഹമ്മദ് സെയ്ദിന് പണം കൊടുക്കാനുണ്ട്. എത്ര, ഒരു 1000 രൂപ കൊടുക്കാനുണ്ട്. എന്നാൽ മുഹമ്മദിന് അബ്ദുള്ളയിൽ നിന്ന് 1000 രൂപ കിട്ടാനുണ്ട്. അപ്പൊ മുഹമ്മദ് സെയ്ദിനോട് പറഞ്ഞു, സെയ്ദെ ഞാൻ നിനക്ക് 1000 രൂപ തരാനുണ്ട്, എന്നാൽ അബ്ദുള്ള എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, 1000 തരാനുണ്ട്, നീ അബ്ദുള്ളയുടെ അടുക്കലേക്ക് പോയിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫല്യത്ബ, അത് നിങ്ങൾ സ്വീകരിക്കണം. അതായത് നമ്മളും ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ കടക്കാരൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ ചില വിട്ടുവീഴ്ചകൾ നമ്മളും ചെയ്യണം. ചിലപ്പോൾ അയാളടുത്ത് തരാനുണ്ടാവുകയില്ല. അയാൾ പറയും ഇന്നാൾ എനിക്ക് തരാനുണ്ട്, ഇന്ന ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അയാൾക്ക് ഞാൻ നിങ്ങളെ മുട്ടിച്ചു തരാം, നിങ്ങൾ അയാളടുത്ത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് നിരുപാധികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വൈദ ഉത്ബിയ അഹദുക്കും അല മലീഇൻ, അത് തരാൻ കഴിവുള്ളവന്റെ അടുത്ത് വെച്ചു കൊടുക്കണം. അതല്ലാതെ ഇവനേക്കാൾ പാപ്പരായ ഒരാൾ തോന്നി എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും മാറ്റിയിട്ട് കാര്യമില്ല. അത് ഇവൻ സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. ഇവിടെ ഫല്യത്ബ എന്ന് പറയുന്നത് അത് അല മലീഇൻ ആകുമ്പോഴാണ്. ഒരുവന്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിച്ചത് ഇവൻ തരാനുണ്ട് എന്ന് പറയുമ്പോൾ തരാൻ പറ്റുന്നവരാണ്. അപ്പൊ കഴിവുണ്ടാകുക എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, പണം കൊണ്ട് കഴിവുള്ളവനായിരിക്കണം, അല്ലെ, ഇന്നാളെനിക്ക് തരാനുണ്ട്, പണം കൊണ്ട് കഴിവുള്ളവനായിരിക്കും. ഓൻ ഇതിനേക്കാൾ പാപ്പരാണെങ്കിൽ പിന്നെ അവന്റെ അടുത്ത് പോയിട്ട് യാതൊരു കാര്യമില്ല. ഈ പറയുന്ന അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യാതൊരു കാര്യമില്ല, നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. വേറെ ചിലപ്പോ ഇവൻ എന്ത് ചെയ്യും, ഇവൻ ചിലപ്പോൾ പാവായിരിക്കും, പക്ഷെ അവന്റെ അടുത്ത് പോയി ഒരിക്കലും കിട്ടൂല. അവൻ ചിലപ്പോൾ വലിയ ഗുണ്ടയോ ആ നിലക്ക് ഒരിക്കലും പണം തരാത്ത ആളായിരിക്കും. അപ്പൊ ആ നേരം നമ്മളത് സ്വീകരിക്കേണ്ടതില്ല. ഒരു മാന്യമായി തരുന്ന ഒരാളാണെങ്കിൽ, അതിന് കഴിവുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്വീകരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ സ്വീകരിക്കണം. അല്ല നീ എന്നെ തരണം, നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കേണ്ടതില്ല. കുറച്ച് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. അവന് മറ്റേയാൾ തരാനുണ്ട്, അപ്പൊ അയാളോട് നമ്മൾ പോയി പറയും എനിക്ക് കിട്ടാണ്ട്, നിങ്ങൾ കൊടുക്കണം എന്ന നിലക്ക് ആ രൂപത്തിലും വാങ്ങാവുന്നതാണ്. അതാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലുള്ള ഫായിദകൾ ഒന്നുകൂടി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എടുത്തു പറയാണ്. ഒന്നാമത്തെ നമ്മൾ കേട്ട പല ഫായിദകളാണ് ഒന്നുകൂടി പറയണം. അന്നഹു യഹ്റുമു അലൽ ഖാദിരി അൽ വഫായി യുമാത്തിൽ, കഴിവുള്ള ഒരാൾ അത് വൈകിപ്പിക്കുക എന്നുള്ളത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവിടെ തിരിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കടക്കാരന് കഴിവില്ല എന്ന് വിചാരിക്കുക, കടക്കാരന് കഴിവില്ല, അയാളുടെ കയ്യിൽ തരാനില്ല. ആ സമയത്തും ദീനുൽ ഇസ്ലാമിന് നിയമമുണ്ട്, അയാളെ ഒരു പ്രയാസപ്പെടുത്തരുത്. ഒരാള് കയ്യിലില്ലാത്തത് കൊണ്ടാണ്, അയാൾ തരണം എന്ന് വിചാരിച്ചൊരു മനുഷ്യനായിരിക്കും, സ്വാഭാവികമാണ്. ചില സമയത്ത് എന്ത് സംഭവിക്കും, അയാൾ വലിയ കടക്കണിയിൽപ്പെട്ട് പെട്ടെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടാകും. അയാളോടുള്ള ബാധ്യത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വ ഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ. അവൻ വല്ല ഞെരുക്കത്തിലും ആയാൽ ഒരു ഇട നൽകുക, കാലതാമസം നൽകുക, ഇലാ മൈസറ, അവൻ എളുപ്പമുണ്ടാകുന്നത് വരെ, അത് ബാധ്യതയാണ്. അതല്ലാതെ കടം തരാനുണ്ട്, അവൻ എനിക്ക് ഇത്ര തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ തോന്നിയ ചീത്തയൊക്കെ വിളിക്കുക, അവൻ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കുക, ഇതൊക്കെ ചിലപ്പോൾ മാന്യന്മാരായ ആളുകൾ പോലും ചെയ്യുന്ന കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് അവന് കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയുള്ള ആൾക്കാരുണ്ടാകും. നിനക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ, വലിയ കാര്യമാണ്. നീ അവന് സദഖ കൊടുത്തതിന് തുല്യമായിട്ടായിരിക്കും അത് രേഖപ്പെടുത്തുക. എന്നാൽ അയാൾക്ക് ഇട കൊടുക്കുക, ഇപ്പൊ തരാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ല, നമുക്ക് ആൾക്കാരെ അറിയാൻ പറ്റും, നമുക്ക് കടം കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും. ചില ആളുകൾ സാധുക്കളായിരിക്കും, അവർ വിചാരിച്ച പോലെ ചിലപ്പോൾ പണം വരാത്തത് കൊണ്ടോ അവർ വിചാരിക്കാത്ത രൂപത്തിൽ കച്ചവടം വലിയ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോയത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ തിരിച്ചടക്കാൻ പറ്റുകയില്ല. അപ്പൊ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇൻ കാന ദു ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ, കുഴപ്പമില്ല, നിങ്ങളൊരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് തരൂ, 3 മാസം കൂടി കഴിഞ്ഞിട്ട് തരൂ. അവൻ ആ നിലക്ക് ഇട നൽകുക എന്നുള്ളതാണ് സഹോദരങ്ങളെ വേണ്ടത്. അതല്ലാതെ അവനോട് എന്ത് നിലക്കുള്ള ഉൽമും തിരിച്ചു ചെയ്യാമെന്ന് ഒരാളും വിചാരിക്കാൻ പാടില്ല. അവൻ തരാനുള്ളത് കൊണ്ടല്ലേ. അവൻ നാട്ടുകാരുടെ അടുത്തൊക്കെ അവനെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുക. അതല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും, ഇവനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഇവൻ നല്ലൊരു ബിസിനസ് ഫേമുള്ള ആളായിരിക്കും, പക്ഷെ ഇവൻ ഇങ്ങനെ കടം തരുന്നില്ല എന്നുള്ളത് ഇവനെടുത്ത് ഇങ്ങനെ നാട്ടുകാരോടൊക്കെ പറഞ്ഞാലത് ബാക്കിയുള്ള ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരും കൂടി ഇവൻ്റെ നിന്നെല്ലാം പിൻവലിക്കാനൊക്കെ തുടങ്ങിയാൽ ഇവൻ വലിയ നഷ്ടത്തിലേക്ക് പോകും. ആ നിലക്ക് ഒരാൾ ഉപദ്രവിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ അയാൾക്ക് ചിലപ്പോൾ നിലയും വിലയും ഒരു അഭിമാനമൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പൊ അയാൾ ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ തരാൻ പറ്റാതെ, അല്ലാതെ ആളുകൾ ഇങ്ങനെ പറ്റിക്കുന്നതായി അറിയപ്പെട്ടൊരു വ്യക്തിയേ അല്ല, ഇങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. അപ്പൊ അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, അയാൾക്ക് വേണ്ടി ഇട നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബഅ,
വിൽക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ വിൽക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ. സംഹൻ ഇദാ ഇഷ്തറ, വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള, വാങ്ങുന്ന സമയത്ത് ഒരു മര്യാദയൊക്കെ ഉണ്ട്. ഒരു കച്ചവടക്കാരന് പറ്റാത്ത രൂപത്തിൽ ഭയങ്കരമായി താഴ്ത്തി പറഞ്ഞ് അയാളെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല, നല്ല ബുദ്ധിയൊന്നുമല്ല. ഒരാൾക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു രാത്രി വൈകിപ്പോയി ഒരാൾ മീൻ വിൽക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ മീനെ നാളത്തേക്ക് വെക്കുക എന്നുള്ളത് ഒരു മീനിന്റെ വില കുറയും, അല്ലെങ്കിൽ ക്വാളിറ്റി കുറയും. അപ്പോൾ അയാൾ അങ്ങനെയൊക്കെ വിറ്റൊഴിവാക്കണം. അപ്പോൾ അയാൾക്ക് കിട്ടിയ മുതലിനേക്കാളും താഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ സാധനം വസൂലാക്കുക, അത് വലിയ ബുദ്ധിയല്ല, നമ്മൾ ചെയ്യരുത്. ഒരു കച്ചവടക്കാരൻ അയാൾ പ്രയാസം ഉണ്ടാക്കുന്നതാക്കി മുതൽ പോലും കിട്ടാത്ത രൂപത്തിൽ അയാൾ അത് വാങ്ങി എങ്ങനെയെങ്കിലൊക്കെ എടുക്കുക, അത് വലിയ സാമർത്ഥ്യമല്ല. അതിലൊരു മര്യാദ ഉണ്ട്. വിൽക്കുമ്പോഴുള്ള മര്യാദ പോലെ തന്നെ വാങ്ങുമ്പോൾ അതിനൊരു മര്യാദ ഉണ്ട്. സംഹൻ ഇദക്തള, അതേപോലെ കടം കൊടുത്ത് അത് തിരിച്ചു ചോദിക്കുമ്പോഴും അവിടെയും എന്ത് ചെയ്യാണ്, വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഈ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ആ സ്വഭാവം നമുക്ക് വേണം. കടം കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും ഒക്കെ ആ സ്വഭാവം നമുക്ക് വേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇത് രണ്ടാമത്തെ ഫായിദ, തഹ്രീമു മത്ലിൽ ഗനീം വന്നൽ ഗനി യജിബു അലൈഹി അൻ യുവഫ വല്ല യതഖർ ലാ സീമ ഇദാ താലബ സാഹിബുല്ല. നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ്. ഇത് നിഷിദ്ധമാണ്, അത് വൈകിപ്പിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നുള്ള കാര്യം. ഇനി ഇവിടെ ഒരു വിഷയം, ഇങ്ങനെ നിഷിദ്ധമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ അവധി തെറ്റുമ്പോഴാണ്. എന്നാൽ അവധിക്ക് മുമ്പേ ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കൽ ബാധ്യതയില്ല, അപ്പൊ നിഷിദ്ധാവൂല. അപ്പൊ നമ്മൾ ഒരാളോട് പറഞ്ഞ് ഞാൻ അടുത്ത മാസം 1-ാം തീയതിയാണ് തരുന്നത്, വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ കടം തന്ന ആൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് വല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പൊ അയാളൊന്നും പറയല്ല, 20-ാം തീയതി തന്നെ തൊട്ടുമ്പത്തെ മാസത്തെ 20-ാം തീയതിയാണ് അയാൾ വന്ന് പറയാണ് എനിക്കിപ്പോൾ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയില്ല, ഇപ്പം തരാൻ പറ്റൂല, നമ്മൾ പറഞ്ഞത് 1-ാം തീയതിയാണ്, ഇപ്പം നമുക്ക് തന്നാൽ പ്രയാസമായി പോകും. അപ്പൊ ആ നേരത്ത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പോലും അത് കൊടുക്കൽ ബാധ്യത വരുന്നില്ല. കാരണം നമ്മൾ ഇത്തിഫാക്കുന്ന 1-ാം തീയതിയാണ് അല്ലെ. അവിടെ അവൻ മുമാത്തിലായിട്ട് പരിഗണിക്കുകയില്ല. മുമാത്തിലായിട്ട് പരിഗണിക്കപ്പാണ് ആ പറഞ്ഞ അവധിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ്. അതിനു മുമ്പ് പോകുന്നത് എന്തല്ല, മുമാത്തിലായിട്ട് ഈ ഹദീസിൽ പറയുന്നത് ദുൽമ് ചെയ്യുന്നവനായിട്ട് അത് പരിഗണിക്കുകയില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു ഫായിദ, അന്നഹു യജിബു അലൽ ഗനി അൻ യശ്കുറ നിഅമത്തല്ലാഹി അലൈഹി ബിൽ ഗിന വൻ യുബാദിറ ഇലാ ഇബ്റാഇ ദിമ്മത്തി. യഥാർത്ഥത്തിൽ ഗനി, അത് കയ്യിൽ പണമുള്ളവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ നന്ദി കാണിക്കുക. ഒരാൾ സഹായം തന്നത് അത് 2 രൂപത്തിൽ, അള്ളാഹുവിനോടും അയാൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. കാരണം അയാൾ എന്താണ്, അയാൾക്ക് തോന്നിപ്പിച്ചത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ അയാളുടെ കയ്യിലുള്ള പണം തരികയും ചെയ്തു. നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്റെ ഉത്തരവാദിത്തം ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ്. 4-ാമത്തെ ഫായിദ, അന്ന റജുല ഇദാ ഉത്ബിഅ അലാ മലീഇൻ ഫഇന്നഹു യത്ബഉ ഇമ്മാ വുജൂബൻ വ ഇമ്മാ ഇസ്തിഹ്ബാബൻ. നേരത്തെ പറഞ്ഞു, ഒരാൾ അയാളുടെ കയ്യിൽ പണം ഇല്ല, വേറൊരാളുടെ അടുത്ത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ ആ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ആളുടെ ആദ്യത്തെ ആൾ വാങ്ങൽ ഒന്നുകിൽ വാജിബാണ് അല്ലെങ്കിൽ മുസ്തഹബാണ് എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ അഭിപ്രായം. എന്താണത്? അദ്ദേഹം പറയുന്നത് ഇലാ വുജൂബി തഹവൂൽ ഇദാ ഉഹീല അലാ മലീൻ, പണമുള്ള ഒരാൾ തരുമെന്ന് പറഞ്ഞാൽ അയാളിലേക്ക് നീ തിരിയൽ നിർബന്ധമാണ് എന്നാണ്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാർ മുസ്തഹബേ ഉള്ളൂ, അല്ല നീ തന്നെ തരണം എന്ന് പറഞ്ഞാൽ അത് തിരക്കേടില്ല. പറയുന്നത് കമാലു ശരീഅത്തുൽ ഇസ്ലാമിയ്യ, ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളുടെ പരിപൂർണതയാണ് ഇവിടെ അറിയിക്കുന്നത്. കാരണം ഇത് പടപ്പുകൾ തമ്മിലുള്ള ഇടപാടുകളിൽ പോലും ദീനുൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കൊടുക്കുന്നവന്റെ മര്യാദ, വാങ്ങുന്നവന്റെ മര്യാദ, അവരുടെ പണം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പാഴാകായി പോകാതിരിക്കാൻ അതിന്റെ കൃത്യമായ നിയമങ്ങൾ ദീനുൽ ഇസ്ലാമിലുണ്ട്. ദീനുൽ ഇസ്ലാമിൽ ഇബാദത്തുകളിൽ മാത്രമല്ല, മുആമലാത്തുകളിലും ഇടപാടുകളിലും എല്ലാം തന്നെ സഹോദരങ്ങളെ വളരെ കൃത്യമായ, ഒരാളോടും ഒരു അനീതി ഇല്ലാത്ത രൂപത്തിലുള്ള നിയമങ്ങളാണ് അതിലുള്ളത്. കാരണം ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളാണ്. ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള മനുഷ്യനിർമ്മിത നിയമങ്ങളല്ല. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ഇത് മാറ്റേണ്ടി വരുന്നില്ല, സ്ഥലങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റേണ്ടി വരുന്നില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ കിട്ടുന്ന രൂപത്തിലുള്ള നിയമ കൽപ്പനകൾ ഇതിലില്ല. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നീതിയും ന്യായവുമുള്ള നിയമങ്ങൾ പൂർണ്ണമായി എല്ലാ മേഖലകളിലും സഹോദരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അടുത്ത ഹദീസ്, അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം سمعت رسول الله أو قال سمعت رسول الله صلى الله عليه وسلم يقول من أدرك ماله بعينه عند رجل أو إنسان قد أفلس فهو أحق به من غيره എന്നാണ്. ഈ ഹദീസും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അൻഹു എന്ന് കൊടുത്തത്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം റാവി പറയുന്നത് ഔ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്നാണ്. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ആൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്.
മറ്റേത് സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്നാണ്. ആദ്യത്തേതിൽ ഈ വ്യക്തി തന്നെ നേർക്ക് നേരെ കേൾക്കണം എന്ന് നിർബന്ധമില്ല. റസൂലുള്ള പറഞ്ഞു എന്ന് മറ്റൊരാൾ പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്, ആ നിലക്ക് പറഞ്ഞാൽ മതി. രണ്ടാമത്തേത് സമിഅ്തു, ഞാൻ തന്നെ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒന്നുകൂടി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആ ഹദീസ് നിവേദനം ചെയ്യുന്നതിന്റെ രീതി അതാണ്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് സ്വഹാബി ഇത് രണ്ടു പറഞ്ഞാൽ തെറ്റില്ല എന്നാണ്. കാരണം സ്വഹാബികൾ എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള തെദിലീസുകൾ, അതായത് നേർക്കുനേരെ അല്ലാത്ത രൂപത്തിൽ ചില വ്യംഗ്യമായിട്ടുള്ള ചില പറച്ചിലുകൾ സ്വഹാബികളുടെ ഇടയിൽ നിന്നുണ്ടാവുകയില്ല. എന്നാൽ അതിനു ശേഷമുള്ള ഹദീസിന്റെ റാവിമാർ, താബീങ്ങൾ, അങ്ങോട്ട് മുതലുള്ള ആളുകൾ ഇത് ഖാല എന്ന് പറയുന്നതിൽ നിന്നും സമിഅ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹദ്ദസനി, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കേട്ടു, എന്നെ അറിയിച്ചു എന്ന് പറയുന്നതിൽ നിന്നും, അതല്ല ഇന്നാൾ പറഞ്ഞു എന്ന് പറയുന്നതിന് ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ചിലപ്പോൾ ഇയാൾ നേരിട്ട് പറഞ്ഞോളുന്നില്ല, വേറൊരാൾ പറഞ്ഞു അയാളിൽ നിന്ന് കേട്ടതായിരിക്കാം. അപ്പം ആ നിലക്കൊക്കെ ചെറിയൊരു ചർച്ച. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ, ഈ ഹദീസ് വരുന്നത് നമ്മൾ അധ്യായം ബാബുർ റഹ്നി വ ഗൈരിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, എന്താ പറയാ, നമ്മൾ പണയ മാത്രമല്ല, വഗൈരിഹി, അതല്ലാത്ത ചില കാര്യങ്ങളും ഇത് വരുന്നുണ്ട്. ഇത് ഉംദത്തുൽ അഹ്കാമിൽ പല കിതാബിൽ പല അധ്യായങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു വിഷയവും അതല്ലാത്ത ചില വിഷയങ്ങളും അതിന്റെ അധ്യായത്തിന് കീഴിൽ കൊടുക്കും. അപ്പോൾ ഇത് അതല്ലാത്തൊരു വിഷയമാണ്, പണയമല്ല ഇവിടെ വിഷയം. ഇവിടെ കടവുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയമാണ് സഹോദരങ്ങളെ വരുന്നത്. അത് ഇതാണ്, ഒരു വ്യക്തി അയാള് പാപ്പരായി, ഒരാളൊരു പണം അയാളിൽ പാപ്പരായി, നമ്മൾക്ക് ഒരാൾ കുറെ കടം തരാനുണ്ട്. ആ സമയത്തുള്ള ചില കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇവിടെ പറയുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക മാലഹു ബിഐനിഹി ഇൻദ റജുലിൻ ഔ ഇൻസാൻ. ഒരു മനുഷ്യന്റെ അടുക്കൽ ഒരാളുടെ, അയാൾ നേരത്തെ വിറ്റതോ അയാൾ കൊടുത്തതോ ആയ, അതായത് അയാൾ നേരത്തെ വിറ്റതായ ഒരു വസ്തു അത് തന്നെ ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ, ഖദ് അഫ്ലസ്, ആ വ്യക്തിയാകട്ടെ ഇപ്പോൾ പാപ്പരായിപ്പോയി, പൈസ ഒന്നും ഇല്ലാതായിപ്പോയി, ഫഹുവ അഹഖു ബിഹി മിൻ ഗൈരിഹി, മറ്റുള്ള ആളുകളെക്കാളും ഇവനാണ് കൂടുതൽ അതിന് അവകാശിയായിട്ടുള്ളത് എന്നാണ്. ഉദാഹരണത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. ഇപ്പൊ ഒരു വ്യക്തി, അയാൾ വ്യത്യസ്ത ആളുകളിൽ നിന്നായിട്ട് ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്. ഒരാൾ 1 ലക്ഷം, വേറൊരാൾ 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരാള് നേരത്തെ ഇയാൾക്കൊരു കാറ് വിറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5 ലക്ഷം രൂപയുടെ കാറ് ഇയാൾ നേരത്തെ വിറ്റിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പലർക്കും പല രീതിയിലുള്ള പണമാണ് കിട്ടാനുള്ളത്. അപ്പൊ ഈ വ്യക്തി തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? അത് ഒരാൾക്ക് ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞ ആൾക്കാണ് കൊടുക്കേണ്ടത്, അതല്ല കുറെ കാലമായിട്ട് കൊടുക്കാനുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത്, അല്ല ഏറ്റവും കൂടിയ ആളുകൾക്കാണ് കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? അതിന് ദീനിന്റെ നിയമമുണ്ട്. അതിൽ ഒരു നിയമമാണ് ഇവിടെ പറയുന്നത്, ഈ വ്യക്തിയുടെ വല്ല വസ്തുക്കളും അവിടെ ഉണ്ടെങ്കിൽ ഫഹുവ അഹഖു ബിഹി മിൻ ഗൈരിഹി, അയാൾക്ക് എന്ത് ചെയ്യാം? ആ വസ്തു, ഇപ്പൊ ഈ കാർ ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? കാർ ഇയാൾക്ക് എടുക്കാം. കാരണം ഇയാളാണ് നേരത്തെ ആ കാർ വിറ്റത്. ഇയാൾക്ക് എന്താ, ഈ കാർ ഞാൻ കൊണ്ടുപോകാം. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ കാറിന് ചിലപ്പോൾ അത്രയും വിലയുണ്ട്, ഇയാൾക്ക് കൊടുക്കാനുള്ള അത്രയും വില ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അത് എടുത്തിട്ട് അയാൾക്ക് ഉപയോഗിക്കാം. അതെടുത്തിട്ട് ഉപയോഗിക്കണം. അതിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാം. എനിക്ക് കിട്ടാനുള്ളത് ഇത്രയാണ്, അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടെടുക്കാം. അത് മറ്റൊരാൾക്ക് അതിന് അധികാരമില്ല എന്നാണ്. അല്ലെങ്കിൽ വേറൊരാൾ പറയാൻ പാടില്ല, ഇത് മൊത്തം അയാളുടെ സമ്പത്തിൽ പെട്ടതാണ്, അപ്പൊ അതിൽ നിന്ന് ആരും എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ആരുടെയെങ്കിലും ഒക്കെ ഒരു സ്വന്തം ആ വസ്തുവിന് ഉണ്ടാകണം, അത് കൊടുത്ത് വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ആ വസ്തു എടുത്തിട്ട് പോകാം. ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒരാൾ വെറും 1000 ഉറുപ്പ്യ കടമുള്ളൂ എന്ന് വിചാരിക്കാം. ഇയാൾ നേരത്തെ അയാൾക്കൊരു 1000 ഉറുപ്പ്യയുടെ ഒരു ഇയർഫോൺ അയാൾ വിറ്റിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റെക്കോർഡർ ചെറിയ എന്തെങ്കിലും, അത് നേരത്തെ അയാൾ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എനിക്ക് 1000 ഉറുപ്പ്യ തരാനുണ്ട്, വേറൊരാൾക്ക് 2000 കൊടുക്കാനുണ്ട്, വേറെ 3000 കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇയാളുടെ കയ്യിലൊന്നും പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂ, മൊത്തം 10,000 ഒക്കെ കൊടുക്കാനുണ്ട്, ഇയാളുടെ കയ്യിൽ ആകെ ഒരു 3000 ഒക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വസ്തുക്കളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറയുകയാണ്, എനിക്ക് 1000 കിട്ടാണ്ട്, ഇത് ഞാൻ എടുക്കുകയാണ്, ഇത് എൻ്റെ എടുക്കുകയാണ്, കാരണം ഞാൻ നേരത്തെ വിറ്റ വസ്തുവാണ്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെടുത്ത് പോവാം. കാരണം ഒരാൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരാളൊരു കടക്കാരനായ പാപ്പരായാൽ അയാളെ കുറിച്ച് നോക്കും, അയാൾ പൂർണ്ണമായ പാപ്പരാണ്, ഒന്നും അയാളുടെ കയ്യിലില്ലെങ്കിൽ അയാൾ പിന്നെ ഒന്നും കിട്ടാനില്ല. അയാളുടെ വസ്തുക്കളും മറ്റുമൊക്കെ വിറ്റ് അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇസ്ലാമിക കോടതി ചെയ്യുക. ഞാനിത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നാട്ടിൽ ചിലപ്പോൾ ടിക്കറ്റ് എടുത്ത് രക്ഷപ്പെടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അത് പ്രശ്നമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അയാളുടെ എന്ത് ചെയ്യും? അയാൾക്ക് അയാളിൽ എന്താണോ ഉള്ളത് അത് കണ്ടുകെട്ടിയിട്ട് അതിൽ നിന്നും കൊടുക്കുകയാണ് ചെയ്യുക. ഇനി അയാൾക്ക് പൂർണ്ണമായ പണമുണ്ടെങ്കിൽ, അയാൾ കൊടുക്കാനുള്ള പണം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളും മറ്റുണ്ടെങ്കിൽ അത് അയാളെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിക്കും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. കച്ചവടത്തിൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും തൃപ്തി ഉണ്ടാകണമെന്നുണ്ട്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഇസ്തിസ്നാണ്. ഇയാളുടെ തൃപ്തി അവിടെ ആവശ്യമില്ല. വിൽക്ക് മോനെ എന്ന് പറഞ്ഞാൽ അയാളെ കുറച്ച് വിപ്പിക്കണം. കാരണം അയാൾ ഇത്രയും ആൾക്ക് പൈസ കൊടുക്കാണ്ട്, എന്നാൽ 1 കോടി ഉറുപ്പയുടെ സ്ഥലം വെച്ചിരിക്കുന്നുണ്ട്, വേറെ എൻ്റെ കയ്യിലൊന്നുമില്ല, ബാങ്കിൽ പൈസ ഇല്ല എന്നിട്ട് കാര്യമില്ല. ഇത്ര ആൾക്കാർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇയാൾ നിർബന്ധമായിട്ട് വിൽക്കണം. അയാൾക്ക് തൃപ്തി അവിടെ ആവശ്യമില്ല, അയാളുടെ തൃപ്തി ആവശ്യമില്ല. അത് ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ കൂടി
ഉപദ്രവിച്ചിട്ടല്ല. അപ്പം ആ നിലക്ക് എന്ത് ചെയ്യും, അത് ചെയ്യേണ്ടി വരും. ഇനി അതെല്ലാം ഈ പറയുന്ന ഹക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും തുല്യരാണെങ്കിൽ സഹോദരങ്ങളെ അവിടെ ഓരോരുത്തരുടെയും പേഴ്സൻറ്റേജ് അനുസരിച്ചിട്ടേ എടുക്കുള്ളൂ. ഓരോരുത്തർക്ക് എത്ര കിട്ടാനുണ്ട് എന്നുള്ള കണക്ക് നോക്കിയിട്ട് എടുക്കുള്ളൂ. 10 ലക്ഷം ഉണ്ട്, ഒരാൾ പറയാം എനിക്ക് 5 ലക്ഷം ഉണ്ട്, ഇയാളുടെ കയ്യിൽ മൊത്തത്തിൽ 10 ലക്ഷം ബാധ്യത, മൊത്തത്തിൽ 10 ലക്ഷം ഇയാളുടെ അടുത്തുള്ളൂ, പക്ഷെ ബാധ്യത 50 ലക്ഷം ഉണ്ട്. ഒരാൾക്ക് 5 കിട്ടാനുണ്ട്, ഒരാൾക്ക് 3 കിട്ടാനുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഈ 10 ലക്ഷം 5 ലക്ഷക്കാരൻ പോയിട്ട് അതിൽ നിന്ന് 5 ലക്ഷം ഞാൻ എടുത്തു, ഇനി ബാക്കി 5 ലക്ഷം എല്ലാവരും എടുത്തോളൂ എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് ഓരോരുത്തരെയും നോക്കും, ഓരോരുത്തരുടെയും എത്ര ശതമാനമാണ് മൊത്തം കടത്തിൽ, അവരുടെ അവരുടെ പെർസെൻറ്റേജ് നോക്കും, അതിനനുസരിച്ചിട്ടാണ് കിട്ടുക. നിനക്ക് ഇയാൾക്ക് മൊത്തമുള്ള കടത്തിൽ നിൻ്റെത് ഇത്രയാണ്, അപ്പം അതിനനുസരിച്ച് നിനക്ക് കിട്ടും. ഒരു 50,000 കൊടുത്താൽ 50,000 കിട്ടൂല, അയാൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും, അതിന് കണക്കായിട്ട് കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതിന് കണക്കായിട്ട് കൊടുക്കും. അങ്ങനെ ആ നിലക്കായിരിക്കും കൊടുക്കുക. എന്നാൽ ഈ രൂപത്തിൽ ഒരാളുടെ വസ്തു തന്നെ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് അത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇത് ദീനിൽ പ്രത്യേകമായിട്ടൊരളവ് നൽകിയിട്ടുള്ളതാണ്. ആ വസ്തു അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. ഇത് സഹോദരങ്ങളെ, ഇത് സമ്പത്തിനെ ദീനുൽ ഇസ്ലാം നല്ല നിലക്ക് സംരക്ഷിക്കുകയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യും, ഇയാളുടെ അക്കൗണ്ട് മൊത്തം സീസ് ചെയ്യാം. അത് ഇസ്ലാമിക കോടതി അങ്ങനെ ചെയ്യും. ഇയാൾക്ക് പിന്നീട് ഇങ്ങനെ പാപ്പരായി കഴിഞ്ഞാൽ ഇയാളെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റൂല, ഇയാളുടെ ട്രാൻസാക്ഷൻ അനുവദിക്കുകയില്ല. കാരണം ചിലപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, പാപ്പരായി കഴിഞ്ഞാൽ വേഗം ഇത് വേറെ നാട്ടിലേക്ക് മാറ്റിയിട്ട് ഇയാൾ ചിലപ്പോൾ രക്ഷപ്പെടും. അത് അനുവദിക്കുകയില്ല. ഒരാളടുത്ത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അയാൾ ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുണ്ട്. ഇയാളിങ്ങനെ ഇത് കോടതിയിലേക്ക് കേസ് പോയാൽ ഇയാൾക്ക് കൊടുക്കാനുള്ള വസ്തു ഇല്ല, അയാളുടെ പണം കൊടുക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ അയാളുടെ മുഴുവൻ അക്കൗണ്ടുകളും അവിടെ എന്ത് ചെയ്യും, ഹജർ ചെയ്യുമെന്ന് പറയും. അത് മുഴുവൻ അവിടെ മരവിപ്പിക്കും. അത് മരവിപ്പിക്കുകയാണ്. അയാൾക്ക് പിന്നെ ഒന്നും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയില്ല. അയാളുടെ വസ്തുക്കൾ മുഴുവൻ മരവിപ്പിക്കും. പിന്നീട് എന്ത് ചെയ്യും, ഇത് വിറ്റിട്ടാണ് ഇതിന്റെ പണം എടുത്തിട്ടാണ് എന്ത് ചെയ്യാം, ഓരോരുത്തരുടെയും കടം അതിന് കണക്കാക്കിയിട്ട് കൊടുക്കുക. ഓരോരുത്തർക്ക് എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട്, വലിയ എമൗണ്ട് ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇത് കിട്ടും, അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ശതമാനം എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് അവരുടെ റേഷ്യോ അനുസരിച്ചിട്ട് അത് വീതിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ദീനുൽ ഇസ്ലാം ഒരാളുടെ സമ്പത്തിന് നൽകുന്ന അത്രയും വലിയ പ്രാധാന്യമാണ്, അത്രയും വലിയ വിലയാണ് സഹോദരങ്ങളെ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.